വളരെ വിശദമായി തന്നെ കഴിഞ്ഞ പ്രഭാഷണങ്ങളിലൂടെ സത്യടത്വവും സമസ്ത സാഹിബ് പൂക്കോട്ടൂർ ഏതാനുഷംഗം എത്തിക്കും അതും നമുക്കടുത്ത് എത്തിക്കൊണ്ട് യോഗ്യനായ അബ്ദുസമദ് സാഹിബ് ഇവിടെ എത്തുന്നതോടെ നമ്മുടെ ഒന്നും പ്രസംഗത്തിന് പ്രസക്തിയില്ല എന്നും അതുകൊണ്ട് തന്നെ ഞാൻ ചുരുക്കത്തിന്റെ പുതിയൊരു സംഭവം കൂടി പുറത്തു വന്നിരിക്കുകയാണ്. അഥവാ സമസ്തയുടെ പേര് പറഞ്ഞ് കൊടുത്ത സംഘടനയുടെ പുനഃസംഘടന എന്ന പേരിൽ സമസ്തയുടെ പേരിൽ അങ്ങനെ ഒരു പുനഃസംഘടന നടത്തിയിട്ട് ആ സംഘടന അവരുടെ ശക്തി തെളിയിച്ചിരിക്കുകയാണ്. എങ്ങനെയാ ശക്തി തെളിയിച്ചത്? സിറാജിന്റെ വെബ് എഡിഷൻ വായിച്ചപ്പോൾ എനിക്ക് ചിരിയ വന്നത്. പ്രസിഡന്റിന്റെയും സെക്രട്ടറിയുടെയും പേര് പറയാതെ സമസ്ത മുശാവറ പുനഃസംഘടിപ്പിച്ചു, ചിത്താരി ട്രഷറർ. അപ്പൊ പ്രസിഡന്റ് സെക്രട്ടറി ഒന്നും ഇല്ലെന്ന് തോന്നുന്നുണ്ട്. ഹെഡിങ്ങിലുള്ള പേരങ്ങനെയാ. ഏതായാലും ഇവരെ സംഘടനാ നേതാക്കൾക്കോ തലയില്ല. ഇവരുടെ സമസ്ത എന്ന് പറയുന്നവർക്ക് തീരെയില്ല. എന്നാലൊരു പത്രം അടുത്ത വിധത്തിലേക്ക് ഒരു പ്രസ്ഥാനം സർവാത്മനാ മുഖം കെടുക്കാൻ മുഖം കരിഞ്ഞുന്നത് മുഖം പറയും. അങ്ങനെ കരിഞ്ഞുപോയാൽ പിന്നെ ആ മുഖത്ത് നോക്കുന്നതിനൊന്നും കിട്ടാ. ഈ ആലോചിച്ച് അത് ജാള്യത മറച്ചു വെക്കാൻ കഷ്ടപ്പെടുന്നത് കാണുമ്പോ ആ മുഖത്തേക്ക് നോക്കുമ്പോഴാണ് മുഖം കെടുന്നത് കൃത്യമായി കാണാൻ സാധിക്കുക. അല്ല, രസകരമായ സംഭവം അതാണ്. നമ്മുടെ സമസ്ത കേരള ജംഇയ്യത്തുൽ ഉലമയുടെ മുശാവറയിൽ ഒഴിവുള്ള സ്ഥാനങ്ങളിലേക്ക് കഴിഞ്ഞ ആഴ്ച ഉസ്താദുമാർ ആ ഒഴിവുകൾ നികത്തിയിരുന്നു. ശ്രേഷ്ഠരായ പണ്ഡിതന്മാരെ വെച്ചുകൊണ്ടാണ് ചെയ്തത്. ഞാൻ ഈ അടുത്ത് കൊല്ലത്തൊരു പരിപാടിയിലേക്ക് പോയി. ഇവരുടെ സമസ്ത മുശാവറ പുനഃസംഘടനയുടെ പശ്ചാത്തലത്തിൽ എനിക്ക് പറയാൻ തോന്നുന്ന ആദ്യത്തെ രസകരമായ സംഭവമാണത്. കൊല്ലത്ത് പ്രസംഗിക്കാൻ പോയപ്പോൾ എന്നോട് ചോദിച്ചു, അവിടെയുള്ള SKSSFന്റെ കുട്ടികൾ ഈ AP വിഭാഗത്തിന്റെ മുശാവറയിൽ മെമ്പറാവാനുള്ള അപേക്ഷ എവിടുന്നാ കിട്ടുകയെന്ന് വെച്ചു. അപ്പൊ ഞാൻ ആകെ അത്ഭുതപ്പെട്ടു. പഠിച്ചോൻ, ഇത്രയും കാലമായിട്ട് ഞാൻ വരെ ശ്രമിക്കാത്ത സംഭവമാണത്. പിന്നെ എങ്ങനെയാ? കാരണം എനിക്ക് യോഗ്യത ഉണ്ടെന്ന് എനിക്ക് തോന്നുന്നുണ്ടേ. ഞാനിപ്പോ ജബ്ബാർ ഉസ്താദിന് ഞാൻ കാണിച്ചു കൊടുത്ത് സംശയം തീർത്തിട്ടേ ഉള്ളൂ. ഇവരുടെ സമസ്തയുടെ ജനറൽ സെക്രട്ടറി എന്ന് പറഞ്ഞ് അഖിലേന്ത്യാ ജനറൽ സെക്രട്ടറി ആയിട്ട് കൂടി കാണിക്കുന്ന ഒരാളുണ്ട്. അയാളുടെ പേരെന്താ? AP അബൂബക്കർ മുസ്ലിയാർ ജനാബ്. ഈ ജനാബ് അബൂബക്കർ മുസ്ലിയാരുടെ പേര് കുവൈത്ത് കരാറിൽ അദ്ദേഹം തന്നെ എഴുതുന്നുണ്ട്. എന്താണ് എഴുതിയത്? അയാൾ തന്നെ എഴുതിയ രസാണ്. ഷെയ്ഖ് അബൂബക്കർ ബിൻ അഹമ്മദാണ് അയാള്. അബൂബക്കർ ബിൻ അഹമ്മദ്. അബൂബക്കർ ബിൻ അഹമ്മദ് എന്ന് എഴുതുമ്പോ ഇബ്ന് ആരും എഴുതാറില്ലണ്ടോ? ബിൻ അല്ലേ എഴുതാറുള്ളതു? ഇയാൾ ഇബ്നു എന്ന് എഴുതിയിട്ടാണ് ഇയാൾ കത്തിൽ ഒപ്പിട്ടിരിക്കുന്നത്. പിന്നെ അയാള് മുശാവറിന്റെ സെക്രട്ടറി ആവുന്നതിനേക്കാളും നല്ലത് ഞാനാവുന്നതല്ലേ? ആ സംഘടനയുടെ വലിപ്പാണ് പറയുന്നത്. അങ്ങനെ ഞാൻ കൊല്ലത്ത് പ്രസംഗത്തിന് പോയപ്പോ കൊല്ലത്ത് നിന്ന് കൊല്ലത്തുള്ള അവിടെയുള്ള പ്രവർത്തകർ ചോദിച്ചു, ഇതിലെ ഒരു മെമ്പർ മുശാവറയിലാവാനുള്ള അപേക്ഷ ഫോറം കിട്ടുമെന്ന് ചോദിച്ചപ്പോ ഞാൻ ചോദിച്ചു തിരിച്ച്, എന്താ പ്രശ്നം? അപ്പോ ഓച്ചിറയിലും ആ ഏരിയയിലുള്ള കുട്ടികൾ എന്നോട് പറഞ്ഞു, അല്ല, ഞങ്ങളുടെ ഈ നാട്ടിലൊരു ഇസുദ്ദീൻ സക്കാഫി ഉണ്ട്, അയാളും അതിൽ മെമ്പറാണ്. അയാൾ മെമ്പറാണെങ്കിൽ പിന്നെ ഞങ്ങൾക്ക് എന്തായാലും യോഗ്യതയുണ്ട്. സാധാരണക്കാര് പറയാണ് അവർക്ക് യോഗ്യത ഉണ്ടെന്ന് തിരിച്ചറിയാൻ പറ്റുന്ന, എന്നിട്ട് മുശാവറ മെമ്പറാണെന്ന് പറയുന്ന അവസ്ഥ എന്താ? ഫത്വൽ മുഈൻ പോലും ഓതാത്ത അത്രയും ഇൽമില്ലാത്ത, ഇൽമുണ്ട് എന്ന് പറഞ്ഞിട്ടും കിതാബ് കുറെ കൊണ്ടുവച്ചൊക്കെ ഏറ്റവും വലിയ ബുക്ക് സ്റ്റാൾ, കിതാബുള്ള ബുക്ക് സ്റ്റാൾക്ക് ആറായിക്ക് അറിയാണ്ട്. മുശാവറ മെമ്പർ എന്ന് പറയുന്ന ചെറുപ്പക്കാരന്റെ വലിയ വിഭാഗം, ആ ജമാഅത്തിലുള്ള വിഭാഗം ഇയാൾ ഒഴിഞ്ഞു പോകണമെന്ന് പറഞ്ഞിട്ട് ഇയാൾക്കെതിരെ വിവാദം ഉണ്ടാവുകയും
എന്നിട്ട് അത് വഖഫ് ബോർഡിൽ കേസ് നടക്കുക. ഒരു നാട്ടിലെ ജനങ്ങൾ പറയാണ്, ഒരു മഹല്ലിലെ നിങ്ങളെ ഞങ്ങൾ അംഗീകരിക്കൂല എന്ന് ബഹുഭൂരിഭാഗം ജനങ്ങളും പറഞ്ഞാൽ അവിടെയുള്ള ആളുകൾക്ക് തുടരാൻ പറ്റൂല എന്നുള്ള ഫിഖ്ഹിന്റെ മസല അയാൾക്കറിയില്ലേ? അങ്ങനത്തെ ഒരാൾ മുശാവറ മെമ്പറായി നിൽക്കാൻ പറ്റുമോ? ഇയാൾ സമുദായത്തിന് ഫത്വ കൊടുക്കാൻ ഇറങ്ങിയാലുള്ള അവസ്ഥ എന്തായിരിക്കും? എന്നിട്ട് ഓരോ ഫത്വ ബോർഡിന്റെ പേരൊക്കെ ഇന്നുണ്ട്. അതിൽ ഒരാൾ ഒന്നിന്റെ കൺവീനർ പൊന്മൾ അബ്ദുൽ ഖാദർ മുസ്ലിയാരാണ്. അറബി പഠിപ്പിച്ചു കൊടുത്ത പേരോട് അബ്ദുറഹ്മാൻ സഖാഫി ഇവരുടെ മുശാവറയുടെ ജോയിന്റ് സെക്രട്ടറി ആയിട്ട് ഇന്നലെ അയാളെ തെരഞ്ഞെടുത്തു. അതോടെ കഴിഞ്ഞില്ല അതിന്റെ കഥ. ഇനി മുഖമല്ല, മുഖം തന്നെ ഇല്ലാതായി മാറിയിരിക്കുന്നു. കേടാൻ ഇനി മുഖമില്ലാത്ത വിധത്തിലേക്ക് അത് ഇല്ലാതായി മാറി. പേരോട് അബ്ദുറഹ്മാൻ സഖാഫിയാണത്രേ ആ സംഘടനയുടെ ഏറ്റവും വലിയ നേതാവ്. ഞാൻ ചിരിച്ചു പോയിട്ടുണ്ട്. ഇന്നലെ ഞാൻ ഒരു മിനിയാന്ന് ബാക്കിർവാലിലുള്ള പ്രസംഗത്തിന് വേണ്ടി ക്ലിപ്പ് തയ്യാറാക്കാൻ ഒരു പുതിയ കേസറ്റ് പേരോടിന്റെത് എടുത്തു. അതങ്ങനെ തന്നെയാണ്. സാധാരണ നമ്മൾ പറയാറില്ലേ, പൊന്മുട്ടയിടുന്ന താറാവ് എന്ന് പറയുന്നത് പോലെ ക്ലിപ്പുകളിടുന്ന പ്രഭാഷണങ്ങൾ മാത്രം പ്രസംഗിക്കുന്ന ആളാണ് പേരോട് അബ്ദുറഹ്മാൻ സഖാഫി. അയാൾ എന്ത് പ്രസംഗിച്ചാലും അത് ക്ലിപ്പായിരിക്കും. ഏത് ഭാഗത്തുനിന്നെടുത്താലും ക്ലിപ്പായിരിക്കും. ഒരു 4.5 മണിക്കൂറുള്ള CD ഞാൻ 1.5 മണിക്കൂർ മാത്രം ക്ലിപ്പാക്കാൻ വേണ്ടി കേട്ടു. സമയമില്ലായിരുന്നു, അതുകൊണ്ട് 1.5 മണിക്കൂറേ കേട്ടിട്ടുള്ളൂ. ആ 1.5 മണിക്കൂറിൽ 20 ക്ലിപ്പുകൾ. ഇങ്ങനെയൊക്കെ കിട്ടും ഒരാളെ പ്രസംഗത്തിൽ നിന്ന്. ഒരു മന്ദബുദ്ധിയായ കുട്ടി പ്രസംഗിച്ചാൽ പോലും ഏതെങ്കിലും അക്ഷരമൊക്കെ തെറ്റാൻ സാധ്യതയുള്ളൂ, ഇത്രത്തോളം ഉണ്ടാവാൻ സാധ്യതയില്ല. അങ്ങനെ ഒരാളാണ്. എന്നിട്ട് അയാളോട് ഒരു കുട്ടി, അയാൾ തന്നെ സെറ്റപ്പ് ചെയ്തൊരു കുട്ടി ഒരു ചോദ്യം ചോദിക്കുക. റേ മുബാറക്ക് ജമാഅത്തെ ഇസ്ലാമി പോലെ അങ്ങനെ പറഞ്ഞിരുന്ന സംഘടന ആ പേര് മാറ്റിയിട്ട് നമ്മളെന്തേ മസ്ജിദുൽ ആസാർ എന്നാക്കിയത് എന്നാണ് ചോദ്യം. അപ്പൊ മൂപ്പര് പറയാണ്, ഇവർക്ക് വിവരമില്ലാത്തതുകൊണ്ടാണ്. നമ്മളെ സഹോദരിമാരൊക്കെ പ്രസവിച്ചാൽ ഹോസ്പിറ്റലിൽ നിന്ന് ആ കുട്ടിക്ക് നമ്മൾ ബേബി ആയിഷ, ബേബി മറിയം, ബേബി പേരോട് എന്നൊക്കെ ഇടാറില്ലേ? പേരോട് ഞാൻ കൂട്ടിയതാണ്. നമ്മളെ മക്കള്, നമ്മളെ സഹോദരിമാർ പ്രസവിച്ചാൽ നമ്മൾ ഹോസ്പിറ്റലിൽ പോയിട്ട് കുട്ടികൾക്ക് ബേബി ആയിഷ എന്നൊക്കെ പേരിടാറുണ്ടോ? എന്നിട്ട് ഒരു 5-6 ദിവസം കഴിഞ്ഞാലാണ് നമ്മൾ ഒറിജിനൽ പേരിടാന്നാണ് ഇയാൾ പറയുന്നത്. ഇത് വീട്ടിലിരുന്ന് സ്വന്തം ഭാര്യനോട് പറഞ്ഞു പഠിപ്പിച്ചു കൊടുത്തിട്ട് അടുത്ത കുട്ടിക്ക് ഇടാൻ പോകുന്ന പേര് അങ്ങനെ ആക്കിയാൽ പ്രശ്നമില്ലായിരുന്നു. ഇതൊരു സമൂഹത്തിന്റെ മുന്നിൽ നിന്ന് പറഞ്ഞു കൊടുക്കുന്നത്. ഇത്ര വിഡ്ഢിത്തം, വങ്കത്വം. ഞാൻ നാദാപുരത്തെ ബന്ധുണ്ട്, ഭാര്യയോടായിട്ട് ബന്ധമുള്ള. അവരെ വിളിച്ചു ചോദിച്ചു, നിങ്ങളുടെ നാട്ടിലാരെങ്കിലും പറയുന്നുണ്ടല്ലോ, ഇവിടൊക്കെ നേരത്തെ കേട്ടില്ലേ, ജൂതായിസത്തിന്റെയും സിയോണിസത്തിന്റെയൊക്കെ വഴി പറയുന്നത് പോലെ കുട്ടികൾക്ക് ബേബി കൂട്ടിക്കൊടുക്കുന്ന ഒരു സംസ്കാരം, അത് ക്രിസ്ത്യാനിറ്റിയുടെ സംസ്കാരമാണ്. അവിടത്തേക്കും കൂടി ഇവരാളെ കൊണ്ടുപോകാൻ തുടങ്ങിയിട്ടുണ്ട്. മൂപ്പര് പറഞ്ഞാണ്. എന്നിട്ട് 6 ദിവസം കഴിഞ്ഞാലാണ് ഇത്ര നമ്മൾ വേറെ പേര് കൂട്ടിക്കിടുക. അതുപോലെ നമ്മൾ ഉസ്താദുമാർ ആദ്യമൊക്കെ ഷഹറേ മുബാറക്ക് മസ്ജിദ് എന്ന് പേര് വിളിച്ചു, പിന്നെ പേരിട്ടപ്പോ മസ്ജിദുൽ ആസാർ എന്നാക്കി. ഇയാളൊക്കെ മുശാവറ മെമ്പറാന്ന് പറഞ്ഞാൽ ജനങ്ങൾ ആകെ എന്താണ് കരുതുക? ഈ മുശാവറ എന്ന് കരുതിയാൽ കുതിരവട്ടത്തുള്ള ചികിത്സാ കേന്ദ്രം എന്ന് കരുതൂലേ? അത് ഇവരെ കുറിച്ചാണ് പറഞ്ഞത്. മുശാവറയെന്നും സമസ്തയെന്നൊക്കെ പറഞ്ഞാൽ ബഹുമാനിക്കപ്പെടുന്നതാണ്. അത് ഇവിടെയാണുള്ളത്, അത് അവിടെയല്ല. അവിടെ എന്താ ഉള്ളത്? അവിടെ കുറെ ആളുകൾ കയറിയിരിക്കും. ജുനൈസാദിന്റെ ഭാഷയിൽ പറഞ്ഞാൽ മസലകൾ ചർച്ച വന്നാൽ അവസാനം കമറുല്ലുലമ എന്ന പേരുള്ള നമ്മൾ രാത്രി മാത്രം പ്രകാശിക്കുന്ന നമ്മൾ സാധാരണ പറയുന്ന കുറെ ചർച്ച ഇങ്ങനെ വന്നുകൊണ്ടിരിക്കും. മൂപ്പരൊരു കൈകൊണ്ട് ടേബിളിന്റെ മേലെ, അതോടെ മസല തീർപ്പായി. അതാ പരിപാടി. ബെല്ലടിക്കുക, അല്ലെങ്കിൽ ടേബിളിന്റെ മേലടിച്ചാൽ തീരുന്നതാണെന്ന് ഞാൻ വൈസ് പ്രസിഡന്റ് സയദിനോട് പറഞ്ഞതാണ്. ആ വൈസ് പ്രസിഡന്റ് അവിടെ ഉണ്ട്. ഇങ്ങനെ കളവ് പറയുന്ന അല്ലെങ്കിൽ വിഡ്ഢിത്തങ്ങൾ മാത്രം ചെയ്യുന്നവരെ പിടിച്ച് ഒരു സംഘടനയും ആ സംഘടനയ്ക്ക് സമസ്തയെന്നും പേരിട്ടാൽ സമസ്തയാവൂല കൂട്ടരെ. നമ്മൾ ഒരുപാട് കാലം ജുനൈസാദി പറഞ്ഞതുപോലെ ഈ കാന്തപുരത്തെ
ത്തിന്റെ അനുയായികളൊക്കെ പറയുന്ന സമയത്ത് നമ്മൾ തക്ബീർ ചെല്ലാറുണ്ടെന്ന് മാത്രമല്ല, കണ്ണൂർ ജില്ലയിൽ കാന്തപുരം എ പി അബൂബക്കർ മുസ്ലിയാർ വരണമെങ്കിൽ റൂട്ട് നിശ്ചയിച്ചു കൊടുക്കുന്ന ആളുകൾ ഞങ്ങൾ രണ്ടാളായിരുന്നു, ഞാനും ജുനൈദ് സാദിയും. ചിലപ്പോ പുതിയ SSF വന്നിട്ട് പറയും, അങ്ങനെയൊന്നുമില്ല, അത് അങ്ങനെയല്ല, നിങ്ങൾ പറഞ്ഞിട്ട് കാര്യമില്ല, നാട്ടുകാർ സമ്മതിക്കൂല. അങ്ങനെയാണെന്നതിന് ഒരുപാട് തെളിവുകളുണ്ട്. വളരെ രസകരമാണ്. ഇവിടെ ഒരാൾ പ്രസംഗിച്ചു, രാമന്തളി 75,000 രൂപ കാന്തപുരത്തിന്റെ അടുത്ത് നിന്ന് മുക്കിയിട്ടാണ് പോകുന്നത്. പഠിച്ചോനെ, രക്ഷപ്പെട്ടില്ല ഞാൻ. 1975 പിന്നെ ലോകത്തെ ഏറ്റവും ഉഷാറുള്ള മനുഷ്യനായിരിക്കും. ഏറ്റവും മുക്കിയ ഒരാളിൽ നിന്ന് 75,000 മുക്കാൻ കഴിഞ്ഞെന്ന് പറഞ്ഞാൽ നിങ്ങൾ എന്തിനാ മക്കൾ ആവശ്യമില്ലാത്തത് കൊണ്ട് വരുന്നത്? നിങ്ങൾ എന്ത് കൊണ്ടുവന്നാലും അങ്ങോട്ട് തന്നെ തിരിച്ചു വരും. അത് ഒരു സംശയമില്ല. പക്ഷെ അത് ഇവിടെ പ്രസംഗിച്ച ആള് പ്രസംഗിച്ചാണ്. പക്ഷെ ഞാൻ പറയട്ടെ, കാന്തപുരം എ പി അബൂബക്കർ മുസ്ലിയാർ കുണ്ടൂരിൽ പോയി എന്നാ പ്രസംഗിച്ചത്? രാമന്തളിയോ? അങ്ങനെ ഒരാളെ എനിക്ക് അറിയാൻ തന്നെ ഇല്ല എന്നാ പറഞ്ഞത്. അങ്ങനെ ഒരാളെ എനിക്ക് അറിയില്ല. പിന്നെ ഞാനൊരു കല്യാണത്തിന് അല്ല ഒരു സൽക്കാരത്തിന് എന്നെ വിളിച്ചു പോയി കൊണ്ടുവന്നു. അന്ന് മാത്രമാണ് എനിക്ക് അയാളെ പരിചയം. എപ്പോഴും ഞാൻ അവിടുന്ന് രാജിവെച്ച് SKSF വന്നതിന് ശേഷം അപ്പൊ മൂന്നിലെ ചാരണോ അല്ലെങ്കിൽ ചാരണം അല്ലെ ഏറ്റവും നല്ലത് എന്റെ ചാരണാവും. അതാ യോജിപ്പ്. ഇയാൾ പറഞ്ഞ ജനങ്ങൾ കാണൂലേ, ഞാൻ SKSF വന്നതിന് ശേഷം ഒരു പരസ്യ സ്ഥലത്തിൽ കാന്തത്തിന്റെ കൂടെ ഞാനുണ്ടായി അല്ലെങ്കിൽ എന്റെ കൂടെ കാന്തപുരം ഉണ്ടായി എന്ന് പറഞ്ഞാൽ, ഞാൻ കാന്തപുരം വന്നു എന്ന് പറഞ്ഞാൽ മോശമല്ലേ മനുഷ്യ നിങ്ങൾക്ക്? കളവ് പറയുന്നവർക്ക് പിന്നെ എന്ത് പ്രസംഗിക്കുന്ന ഒരു ക്ലിപ്പിംഗ് പ്രസംഗത്തിൽ സൈനുൽ ഉലമ പറയുന്നത് കേട്ടപ്പോ ഞാൻ ചിന്തിച്ചു, സത്യം അതാണ്. 10-25 കൊല്ലം ഒരാൾ ഇങ്ങനെ പൊള്ളു പറഞ്ഞിങ്ങനെ നടന്ന പൊള്ളൊരു ചോദ്യം എപ്പോഴാണ് സാരണം? ഇതാ കാരണം എല്ലാവരും മൂപ്പരോട് ചോദിച്ചു, ഉസ്താദെ നിങ്ങളുടെ കയ്യിൽ പ്രവാചകന്റെ തിരുവേശമുണ്ടെന്നാ പറയുന്നത്, എങ്കിൽ ആ പ്രവാചകന്റെ ഹസ്രജിയുടെ കുടുംബ പരമ്പരയിലൂടെയല്ലേ കിട്ടിയെന്ന് ചോദിച്ചപ്പോ മൂപ്പർ പറയാണ്, കുടുംബ പരമ്പരയിലൂടെ ജീവിക്കുന്ന എസ്രാറിന്റെ വന്നോളൂ, ഞാൻ തന്നെ തരാം, എന്റെ കയ്യിലില്ലാന്ന് കരുതേണ്ടത് അവിടെ ഉണ്ട്. വേണം കഥിപ്പിച്ചു. അതേ മനുഷ്യൻ മർക്കസിലെ തിരിയുന്ന കസേരക്ക് മുന്നിലിരുന്ന് അവിടുന്ന് മർക്കസുകാർ വെച്ച ക്യാമറക്ക് മുന്നിൽ ഇതേ കാന്തപുരം അയാളോട് അയാളുടെ അഭിമുഖത്ത് പറയാണ്, ഹസ്രജിക്ക് കുടുംബ പരമ്പരയിലൂടെ കിട്ടിയ തിരുവേശങ്ങളിലൊന്ന് ലക്ഷങ്ങളെ സാക്ഷിയാക്കിയിട്ട് മർക്കസിൽ നിന്ന് എനിക്ക് തന്നു. അല്ല, സമസ്ത എന്ന പേരിൽ ഒരു കളവ് പറയുന്ന വിഭാഗത്തിന് സമസ്ത എന്ന് പേരിടുന്നതിന് പ്രശ്നമൊന്നുമില്ല. കാരണം കേരളത്തിൽ പുലയ മഹാസഭയുടെ പേരും സമസ്ത കേരള പുലയ മഹാസഭ എന്നാണ്. അതിന് ഞങ്ങൾ എതിരുന്നല്ല. ബഹുമാനപ്പെട്ട സമസ്ത കേരള ജമീയത്തുൽ മാവൂല എന്ന് മാത്രം. സമസ്ത എന്ന് ചേർത്ത് നമുക്കൊരു പ്രശ്നമില്ല. അങ്ങനെ ഉണ്ടാക്കിയിട്ട് നിങ്ങൾക്ക് വേണമെങ്കിൽ അത് പറയാം. ഇങ്ങനെ ഈ കാന്തപുരം അബൂബക്കർ മുസ്ലിയാർ പറയുന്നത് എന്നെ പരിചയമില്ല എന്നാണ്. എന്നെ പരിചയമില്ല എന്ന് പറഞ്ഞ ആളിൽ നിന്ന് 75,000 രൂപ ഞാൻ എന്തിന് വാങ്ങി, അല്ലെങ്കിൽ ഞാൻ എന്തിന് പറ്റിച്ചു? എനിക്കൊരു സംശയമുണ്ട്. ഞാൻ ഉറപ്പാന്നൊന്നും പറയുന്നില്ല. 75,000-ൽ ചിലപ്പോൾ ഒരു സാധ്യത കാണുന്നുണ്ട്. പിന്നെ ഇത് പറഞ്ഞ ആളുകൾ പിൻവലിക്കാൻ ഇനി പറയരുത്. ഒരു സാധ്യത കാണുന്നുണ്ട്. കാരണം ഞാൻ കാന്തപുരം ഗ്രൂപ്പ് വിട്ടതിന് ശേഷം റിപ്പോർട്ടർ ചാനലിലൂടെയും അതുപോലെ കണിച്ചെല്ലും പരിപാടികൾ നടത്തിയിരുന്നു. ആയിക്കോട്ടെ, സന്തോഷം തന്നെയാണ്. കാരണം നിങ്ങളെപ്പോലെ റിയൽ എസ്റ്റേറ്റ് ബിസിനസ്സുകാരനാണെന്ന് പറഞ്ഞില്ലല്ലോ നിങ്ങൾ, അതന്നെ സന്തോഷമാണ്. അപ്പൊ അങ്ങനെയുള്ള എനിക്ക് ഇത്രയും ഏകദേശം 75,000 കൂട്ടി നോക്കുമ്പോൾ കറക്റ്റാ 2 ചാനലിൽ പരിപാടി അവതരിപ്പിക്കാനുള്ള പൈസ. അത് കാന്തപുരാണോ തന്നത്? എന്തിനാ തന്നത്? പൊന്മുളക്കെതിരാണോ? പറയൂ. അപ്പൊ ആ 75,000 ചിലപ്പോ അങ്ങനെ പോയിട്ടുണ്ടാവുമെന്ന് എനിക്ക് തോന്നുന്നത്. പൊന്മുളക്കെതിരെ പൊന്മുളയെ മോശമാക്കാൻ വേണ്ടി കാന്തപുരം 75,000 രൂപ എനിക്ക് തരികയും അത് ഞാൻ ചാനലിൽ കൊടുത്ത് പൊന്മുളയെ ചീത്ത പറയിച്ചു എന്നായിരിക്കാം ചിലപ്പോ ഇവിടെ പ്രസംഗിച്ച ആളുകൾ ഉദ്ദേശിച്ചത്. ആണോ?
ആണെങ്കിൽ ചങ്ങായിമാരെ നിങ്ങളെ ഗ്രൂപ്പ് ഉണ്ട് എന്നല്ലേ പറഞ്ഞതിന്റെ അർത്ഥം? പൊന്മളക്കെതിരെ കാന്തപുരം തന്നെ പണം തന്നിട്ട് എന്നെ ചാനലിലേക്ക് പറഞ്ഞയച്ചു എന്ന് പറഞ്ഞാൽ ഞങ്ങൾ പറയും പോലെ തന്നെ പൊന്മള മാരക വിശാന്ന് കാന്തപുരം വിശ്വസിക്കല്ല. അങ്ങനെ തന്നെയല്ലേ നമ്മളങ്ങനെ വിശ്വസിക്കുന്നത്. ഈ ഉസ്താദ്മാരൊക്കെ അങ്ങനെ തന്നെ വിശ്വസിക്കുന്നത്. കാരണം ലോകത്തുള്ള മുഴുവൻ മഹാന്മാരെയും വ്യാജത്വത്തിന്റെ പേര് പറഞ്ഞ് മുഴുവൻ മഹാന്മാരെയും അപമാനിക്കുകയും വ്യാജ ശൈഖമാരാണെന്ന് പറഞ്ഞ് തള്ളിക്കളയുകയും ചെയ്യുന്ന മനുഷ്യനാണ് അയാള്. ആലുവ ശൈഖനെ വിമർശിക്കാറുണ്ട്. അത് നിങ്ങളെ കാതികമായ കേരളീയത്തുള്ള പറഞ്ഞിട്ടുണ്ട്. അല്ലാതെ സമസ്ത പറഞ്ഞതെന്താ? ഏതെങ്കിലും വീരാൻകുട്ടിന്റെ മോൻ ആലുവക്കാരനെന്നല്ല പറഞ്ഞത്. പൊന്മള എന്താ പറഞ്ഞത്? ഏതോ ഒരു മയമാക്കാന്റെ ഇബ്രാഹിം കുട്ടിക്കാന്റെ എങ്ങാനും മകൻ എന്നാണ് ആരോപണത്തിനൊരു കാരണം പറഞ്ഞതാ. എന്നാ ഞാൻ ചോദിക്കട്ടെ, പൊന്മള അബ്ദുൽ ഖാദർ മുസ്ലിയാരുടെ ആരോപണത്തിന്റെ ശൈലിയാണതെങ്കിൽ പൊന്മള അബ്ദുൽ ഖാദർ മുസ്ലിയാരുടെ പിതാവിനെ കുറിച്ച് എന്താ സാധാരണ വിളിച്ചു വരാറുള്ളത്? ഇത് ചീത്തയും തെറിയുന്ന അദ്ദേഹത്തെ കബറാരൻ മാമാക്കാന്നാണ് വിളിക്കാറുള്ളത്, പൊന്മളുടെ പാപ്പാനെ. അപ്പൊ അങ്ങനെയാണോ? അങ്ങനെ ഒരു കബറുകാരനായതിന്റെ പേരിൽ അയാൾ വിമർശിക്കാൻ കാരണക്കാരനാവോ? അങ്ങനെയാണ് ആലുവക്കെതിരെ വിമർശനമായിട്ട് വന്നത്. പക്ഷേ സമസ്ത കേരള ജംഇയ്യത്തുൽ കൊണ്ടുവന്ന ആഴങ്ങൾക്ക് തോന്നുന്നതിനാണ്. അറിഞ്ഞാലും സമസ്ത ആലുവ വിഭാഗത്തിൽ ആലുവ ക്ഷേത്രങ്ങൾ അവസാനം പരാജിതരായി മടങ്ങി പോകുന്നത്. കാന്തപുരത്തിന്റെ ടീം എന്ത് പറഞ്ഞാലും കുടുങ്ങലാണ്. കറുത്ത വസ്ത്രം ധരിച്ച ത്വരീഖത്ത് മുസ്ലിയാരോട് തന്നെ നേരിട്ടൊരു ദിവസം അദ്ദേഹത്തിന്റെ വീട്ടിൽ നിന്ന് ചോദിച്ചു, അല്ല ഉസ്താദെ, നമ്മളെ കേരള യാത്രന്റെ സമാപനത്തിന്റെ അന്ന് നിങ്ങളും എ പി ഉസ്താദും കറുത്ത കുപ്പായിട്ടിട്ടില്ലേ? അപ്പൊ മൂപ്പര മറുപടി, അത് കുറച്ചു സമയത്തേക്കല്ലേന്നാ. ഞാൻ ചോദിച്ചു, ഇയാളാണിപ്പോ ഫത്വ ബോർഡിന്റെ കൺവീനർ, അങ്ങനെയുണ്ട് ഒരു ഫത്വ, അങ്ങനെയുണ്ട് ഒരു ഹുക്കുമ, കുറച്ചു സമയത്തേക്ക് കറുപ്പിടാം, കുറെ സമയത്തേക്ക് ഇട്ടൂടാ. പിന്നെയും ഞാൻ ചോദിച്ചു, നമ്മുടെ കോളേജുകളിൽ നിന്ന് കൊടുക്കുന്ന സനത് കൊടുത്തിട്ട് കോട്ട് കൊടുക്കുമ്പോ ഒക്കെ നമ്മളെ കോളേജിൽ നിന്ന് പ്രത്യേകിച്ച് കറുപ്പ് തന്നെയാണ് കൊടുക്കാറുള്ളത്. അപ്പൊ മൂപ്പരുള്ളാണ്. പിന്നെ എന്നോട് ചോദിച്ചു, ആ തരീക്കത്തുകാർ എനിക്കെന്തെങ്കിലും തന്നിട്ടുണ്ടോന്നാ പിന്നെ ചോദ്യം. അവിടെ പിന്നൊരാരോപണ കാരണം ഖബറിന്റെ അടുത്ത് സുജൂദ് ചെയ്യുന്നുണ്ടത്രേ, അതുകൊണ്ട് ആ മഹാൻ അതായിപ്പോയി, പിഴച്ചുപോയി. ഞാൻ ചോദിച്ചു, ഉസ്താദെ, മരണത്തിന് ശേഷമാണോ ഖബറിന്റെ അടുത്ത് സുജൂദ് ചെയ്തത്, അല്ല മരണത്തിന്റെ മുമ്പാണോ? ആ മൂപ്പര് പറഞ്ഞു, മരണത്തിന് ശേഷം തന്നെ. അല്ല, ആണെന്നങ്ങനെ പറഞ്ഞാൽ ബാക്കി പറഞ്ഞു കൊടുക്കാൻ നിൽക്കാനും. ഒരാൾ മരിക്കുന്നതിന് മുമ്പ് ഖബറുണ്ടാവോ? അങ്ങനെയുണ്ട്. ഖബറില്ലെങ്കിലും ഖബർ കൊഴിച്ചു വെക്കാനും എന്നെ ഇവിടെ മറമാടണമെന്നും പറഞ്ഞൊരു പക്ഷേ കുബ്ബകളൊക്കെ ഉണ്ടാക്കി റൂമുകൾ ഉണ്ടാക്കി വെച്ച് പള്ളികളുടെ മുന്നിൽ ഉണ്ടാക്കി വെക്കാറുണ്ട്. പക്ഷേ ചില കച്ചവട കണ്ണുള്ളവർ അതിനനുവദിക്കാതിരുന്നാൽ മറ്റു സ്ഥലത്ത് പോയി കിടക്കേണ്ടി വരും. പാവം ഉള്ളാൾ തങ്ങൾക്കുണ്ടായ ഗതി അതാണ്. നിങ്ങളിപ്പോ ഉള്ളാൾ തങ്ങൾ നിങ്ങളെ ആളാക്കാനല്ലേ വന്നത്? എന്നാ ഞാൻ പറയുന്നു, ഉള്ളാൾ തങ്ങൾ ഞാനൊക്കെ ഒരേ ഗ്രൂപ്പിലാ ലാസ്റ്റ്. പണ്ടുള്ളാൾ തങ്ങൾ നിങ്ങളെ ആൾ തന്നെയായിരുന്നു. എന്നിട്ട് എന്താ പറഞ്ഞത്? ഇവിടെ പ്രസംഗിച്ചൊരു തങ്ങളുണ്ടായിരുന്നു, എന്താണ് ഹുജറെ, എന്തോ ഒരു പേരിലുള്ള തങ്ങളാ, ആയിക്കോട്ടെ, നമ്മൾ മൂപ്പര് തങ്ങളായതുകൊണ്ട് പേരിനെയൊന്നും പറയുന്നില്ല. എന്നാലും മൂപ്പര് പറഞ്ഞതിന് പറയാതിരിക്കാൻ പറ്റൂലല്ലോ. മൂപ്പര് പറഞ്ഞു, നമ്മളെ യാത്രകളെ കളിയാക്കിയിട്ട് പറഞ്ഞു, എന്നിട്ട് ഉള്ളാൾ തങ്ങൾ പാപ്പ നയിക്കുന്ന യാത്ര. ഞാൻ ചോദിക്കട്ടെ കൂട്ടരെ, ഉള്ളാൾ തങ്ങൾക്ക് കേരള യാത്രയോട് എത്ര സ്നേഹം ഉണ്ടായിരുന്നു? പറയൂ നിങ്ങൾ മറുപടി. ഈ മംഗലാപുരത്ത് നിന്ന് ട്രെയിനിൽ കയറ്റിയിട്ട് ഉള്ളാൾ തങ്ങളെ കൊണ്ടുപോയത്, എന്നിട്ട് തിരുവനന്തപുരത്തെത്തിയിട്ട് തിരുവനന്തപുരത്തെ സ്റ്റേജിലിരുത്തിയിട്ട് തങ്ങളെ മുന്നിൽ ഇതുപോലെ മൈക്ക് കൊണ്ടുവച്ചു കൊടുത്തു. തങ്ങൾ ദുആ ചെയ്തു. ദുആ കഴിഞ്ഞുടനെ തന്നെ സുലൈമാൻ സക്കാഫി മാളിയേക്കൽ എന്ന പൊന്മളയുടെ പ്രധാന ശിഷ്യൻ ആ മൈക്ക് എടുത്തിട്ട് ഒരൊറ്റ ഓട്ടാണ്. ആ മൈക്ക് അവിടെ വെച്ചിട്ടില്ല, പിന്നെ മൈക്ക് വെച്ചിട്ടില്ല. ഇത് ഞാൻ അള്ളാഹുവിനെ കുറച്ച് സാക്ഷിയിട്ട് ഞാൻ, നിങ്ങൾ ആളല്ല എന്നുള്ളതിന്റെ തെളിവാ ഞാൻ പറയുന്നത്. നിങ്ങൾ അവിടെ സിയാറത്ത് ചെയ്തോളി, ഒക്കെ നല്ല തന്നെയാണ്. ഇവിടെ വന്നിട്ട് പറഞ്ഞു, നേവൽ അക്കാദമിയുടെ ഉള്ളിലേക്ക് ഗേറ്റ് ഇങ്ങനെ തുറന്നു കിട്ടിയിട്ട് ഈ കർണാടകയിലെ മംഗലാപുരത്തെ ഉജിറയിലിരിക്കുന്ന തങ്ങളെ രാമന്തളിയിലിരിക്കുന്ന ആളാണ് ഞാൻ. എന്റെ നാട്ടിലെ ഈ സംഭവം നടന്നത് എട്ടിക്കുളം എന്ന് പറഞ്ഞ രാമന്തളിയിലാണ്. അവിടെ എന്തൊക്കെ നടന്നതെന്ന് നമുക്കറിയാം. പിന്നെ അതിന്റെ ഗേറ്റ് തുറന്നു കിട്ടി എന്നുള്ളതാണ്. ഗേറ്റ് മാത്രമല്ല, ഗേറ്റ് തുറന്ന് 7 മലയുടെ മുകളിൽ
ഒരുപാട് സംഭവമാണ്. ഞാൻ എന്റെ കൊത്തായിട്ട് നിങ്ങൾ പറയോ? അവിടെ തുറന്നു കിട്ടാൻ കുറെ ഉപാധികളൊക്കെ ഉണ്ട്. ആ ഉപാധികൾ സ്വീകരിച്ചാൽ ആർക്കും തുറന്നു പോവാം. ആ വർഷത്തിൽ ഒരു ദിവസം സിയാറത്തിന് വേണ്ടി പോകാറുണ്ട്. അവിടെ മഴയില്ലാത്ത സമയം വരുമ്പോ, മഴയ്ക്ക് മുമ്പ് മഴയില്ലാതിരിക്കുന്ന സമയത്ത് ജനങ്ങൾ വർഷത്തിലൊരിക്കൽ പരിസരത്തെ മുഴുവൻ പ്രദേശത്തുകാരും ആ മലമുകളിൽ പോവാറുണ്ട്. ഇപ്പൊ ചില ബുദ്ധിമുട്ടുകൾ 1-2 വർഷമായിട്ടുണ്ടാവാറുണ്ടെങ്കിലും സ്ഥിരമായി പോവാറുണ്ട്. ഈ കഴിഞ്ഞ 1-2 വർഷം മുമ്പ് അവിടെ കാര്യം കയറ്റാറില്ല. ഞാൻ അതിന്റെ മുകളിൽ സ്വഹാബത്തിന്റേതെന്നും താബിഈകളുടേതെന്നും പറയപ്പെടുന്ന മഖ്ബറകൾക്ക് മുന്നിൽ പോവുകയും ആ മഖ്ബറയുടെ ചെറിയൊരു പള്ളിയുണ്ട്, അത് വൃത്തിയാക്കിയിട്ട് മണിക്കൂറുകൾ ഇരുന്നിട്ട് ഇറങ്ങി വന്നിട്ടുണ്ട്. നാളെ നിങ്ങൾ എന്റെ കറാമത്താന്ന് പറയും. നിങ്ങളെല്ലാ നേതാക്കൾക്കുള്ള കറാമത്തൊക്കെ എനിക്കുണ്ട്. കാരണം നിങ്ങളെ നേതാവ് AP അബൂബക്കർ മുസ്ലിയാരെ കറാമത്തായി പറയുന്നത് ബോംബെയിൽ നിന്ന് കിട്ടിയ മുടി അത് കിട്ടിയത് മുതൽ ഞങ്ങൾ ഉസ്താദ് മഹാനായി മാറിന. മലയാളത്തിലെ അക്ഷരങ്ങൾക്ക് കുറെ അർത്ഥങ്ങൾ ഉണ്ടാക്കാൻ പറ്റും. അങ്ങോട്ടൊന്നും ഞാൻ പോകുന്നില്ല. എന്നാ പിന്നെ ഞാൻ ചോദിക്കട്ടെ, നേരത്തെ ജുനൈദ് സാദി പറഞ്ഞതുപോലെ ആ ബോംബെയിൽ നിന്ന് കിട്ടിയ 3 മുടി എന്റെ കയ്യിലുണ്ട്. നിങ്ങൾ വരുമോ എന്റെ വീട്ടിൽ? മർക്കസിൽ പോകുമ്പോൾ ചെറിയ ബോട്ടലായിട്ട് വരണ്ട, വലിയ ബക്കറ്റുമായിട്ട് വന്നോളൂ, ഓരോ ബക്കറ്റ് വെള്ളം തരാം. ഇസ്മായിൽ സഖാഫി തോട്ടുമുക്കാണ് എന്റെ മഹലിന്റെ ഖത്തീബ്. അപ്പോ മൂപ്പരവക ഒരു പ്രഭാഷണം ഉണ്ടാവും. പിന്നെ അത് കഴിഞ്ഞാൽ എന്റെ വക അതിന്റെ നേല് പരിശോധനയ്ക്ക് ഉണ്ടാവും. കത്തിക്കൂല ഞാൻ, അത് ഞാൻ ഉറപ്പ് പറയട്ടോ. അതിന് എന്നെ കിട്ടൂല. കത്തിക്കാൻ ആര് പറഞ്ഞാലും ഞാനില്ല. കാരണം കാന്തപുരത്തിന്റെ കയ്യിലുള്ളത് കത്തിപ്പോയാൽ കാന്തപുരത്തിന്റെ സാമ്രാജ്യം ഇല്ലാതാവുന്നത് പോലെ ഇത് കത്തിപ്പോയാൽ പിന്നെ എന്റെ തെളിവ് കാണിക്കൽ ഇല്ലാതാവും. അതുകൊണ്ടാ കാന്തപുരത്തിന്റെ കച്ചവടം മുട്ടും, എന്റെ തെളിവ് കാണിക്കലില്ലാതാവും. ഞാൻ വെല്ലുവിളിക്കുന്ന ഉജ്റത്തങ്ങൾ ഇവിടെ പറഞ്ഞില്ലേ, ബോംബെയിൽ നിന്ന് ഞങ്ങളെ ഉസ്താദിന് കിട്ടിയ തിരുമുടി അത് കണ്ടിട്ട് SKSSFകാരൻ ബോംബെയിൽ പോയി. എന്നിട്ട് ആ മുടി അവർ വാങ്ങിക്കൊണ്ടുവന്നപ്പോൾ ഇവിടെ തങ്ങൾ പ്രസംഗിച്ച ഞാൻ കേട്ടിട്ടുണ്ട്, എന്റെ കയ്യിലുണ്ട് തങ്ങളെ പ്രസംഗം. ആ പ്രസംഗത്തിൽ തങ്ങൾ പറയുന്നു, അവസാനം ഇവർ യഥാർത്ഥ അഹലുകാരല്ല, ഇത് സ്വീകരിക്കാൻ അർഹരല്ലെന്നറിഞ്ഞപ്പോ അവരുടെ കയ്യിൽ നിന്ന് തിരിച്ചു വാങ്ങിയിട്ട് ബോംബെയിലേക്ക് കൊണ്ടുപോയി എന്ന് ഉജ്റത്തങ്ങൾ പ്രസംഗിക്കേ ചെയ്തിട്ടുള്ളൂ. അത് വാങ്ങിക്കൊണ്ടുപോയ ആളാണ് ഞാൻ. നിങ്ങൾ പ്രസംഗിച്ചിട്ടല്ലേ ഉള്ളൂ തിരിച്ചു വാങ്ങിക്കൊണ്ടുപോയി എന്നുള്ളത്. കോഴിക്കോട് ഇമ്രാൻ സാഹിബ് എന്ന പേരുള്ള റസ അക്കാദമിയുടെ മെമ്പറേയും കൂട്ടി കോഴിക്കോട് പോലീസ് കമ്മീഷണറുടെ അടുത്ത് പോയിട്ട് SKSFന്റെ കയ്യിൽ നിന്ന് തിരിച്ചു വാങ്ങിക്കൊണ്ടുവരുന്നതിൽ വേറെ ആരും മലയാളിയില്ല, ഞാൻ തന്നെ ഉണ്ടായിട്ടുള്ളൂ. ആ വാങ്ങിക്കൊണ്ടുവന്ന് ഞാൻ ഇവിടുന്ന് തങ്ങൾ പ്രസംഗിച്ചാണ്, എന്നിട്ട് തിരിച്ചു വാങ്ങി ബോംബെയിലേക്ക് കൊണ്ടുപോയി. എന്നാൽ എന്റെ പ്രിയപ്പെട്ട തങ്ങളെ, ആ വാക്കുകളെ സാക്ഷി നിർത്തിയിട്ട് ഞാൻ വെല്ലുവിളിക്കുന്നു, ആൺകുട്ടികൾ നിങ്ങളുടെ കൂട്ടത്തിലുണ്ടെങ്കിൽ ഉജ്റത്തങ്ങൾ മുതൽ സാക്ഷാൽ കാന്തപുരം വരെയുള്ളവരെ ഈ മൈതാനിയിലേക്ക് ഞാൻ വെല്ലുവിളിക്കുന്നു. എന്റെ വെല്ലുവിളിക്ക് മറുപടി പറയാൻ നിങ്ങൾ തയ്യാറുണ്ടെങ്കിൽ, ആർജവമുണ്ടെങ്കിൽ, നെഞ്ചുറപ്പുണ്ടെങ്കിൽ തയ്യാറാവണം. കേട്ടോളൂ, കോഴിക്കോട് നിന്ന് ഇതും വാങ്ങി ഞാൻ മനസ്സിലേക്ക് നിഷേധിക്കാൻ കാന്തപുരത്തിന് കഴിയില്ല. കാരണം കാന്തപുരമെന്ന് മക്കയിലുള്ളത്. മക്കയിൽ നിന്ന് ഫോൺ ചെയ്തിട്ടാണ് എന്നോട് പറയുന്നത് വളരെ ആദരപൂർവ്വം കൊണ്ടുപോകണം. പഠിച്ചവനെ അന്ന് വിശ്വാസം കൊണ്ട് ഞാൻ ആദരപൂർവ്വം എന്റെ വടിയിൽ ഇങ്ങനെ മുന്നിലുണ്ടായത്, കഴുത്തുപോലും താഴ്ത്തിയിട്ടില്ല. ഞാനിങ്ങനെ പിടിച്ചു കൊണ്ടുപോയി. പിന്നെ സത്താറ് വിളിച്ചു പറയുന്നത് അമ്മൂന്റെ മുടിയാത്. കേട്ടോളൂ, ഇതെന്റെ വെല്ലുവിളിയാണ്. ഇത് വെറുതെയുള്ള വാക്കല്ല. തങ്ങളെ പ്രസംഗം വളരെ നന്നായിട്ട് എന്റെ കയ്യിലുണ്ട്. വേണമെങ്കിൽ ഇപ്പം കുറച്ച് കേൾപ്പിച്ചു തരാം. അതൊന്നും ഇല്ലാത്ത പ്രശ്നമൊന്നും ഇവിടെ ഇല്ല. അതിൽ നല്ല ക്ലിപ്പുണ്ട്. എന്താണെന്നറിയോ, രസമുള്ളൊരു ക്ലിപ്പ്. ഞാൻ ആ വിഷയത്തിലേക്ക് വരുന്നതിന് മുമ്പ് അതുകൂടി പറയാം. ഉസ്താദിന്റെ കയ്യിലേക്ക് ആസാറുകൾ ഒഴുകി എത്താൻ പോവാണ്. എന്നിട്ട് എന്താ അതിന്റെ കാരണം? ലോകത്ത് പല അറബ് രാഷ്ട്രങ്ങളിലും അന്തഛിദ്രതയുണ്ടാവുകയും അവിടെ കുഴപ്പങ്ങളും കലാപങ്ങളും ഉണ്ടായിക്കൊണ്ടിരിക്കുകയും ചെയ്യാണ്. അപ്പൊ അവിടുത്തെ ജനങ്ങൾ ചിന്തിക്കുമത്രേ, ഈ നാട്ടിൽ ഈജിപ്തിലൊക്കെ ഭയങ്കര അന്തഛിദ്രതയും പ്രശ്നങ്ങളൊക്കെ ആണല്ലോ, ഭരണ സ്ഥിരതയില്ലാത്ത പ്രശ്നങ്ങളില്ലേ. അപ്പൊ ആ നാട്ടുകാർ ചിന്തിക്കുമത്രേ, ഇനി ഈ മുടി ഞങ്ങളുടെ കയ്യിൽ ഒരുപാട് ആസാറുകളുണ്ട്, ഈ ആസാറുകൾ ആരുടെ കയ്യിലാ സുരക്ഷിതമായി കൊടുക്കുക എന്ന് ചോദിക്കുമ്പോ പരസ്പരം അറബ് ലോകത്തുള്ള ഈജിപ്തിലെ, അതുപോലെ യമനിലെ, സൗദി അറേബ്യയിലെ, UAE-യിലെ മറ്റു പ്രദേശങ്ങളിലുള്ളവർ പറയുമത്രേ, ഷേഖ് അബൂബക്കർ എന്ന കാന്തപുരം ഉസ്താദിന്റെ മാത്രമേ കയ്യിലേക്ക് മാത്രമേ സുരക്ഷിതമായി ഇത് കൈമാറാൻ കഴിയുകയുള്ളൂ എന്ന് ലോകരാഷ്ട്രത്തിലുള്ളവർ പറയത്രേ.
നിങ്ങൾ ചിന്തിച്ചു നോക്കുക, നമ്മുടെ നാട്ടില് നമ്മളെ മഹല്ലത്തിൽ ഒരു പ്രശ്നം ഉണ്ടായ ഒരു സാധനം സൂക്ഷിക്കാൻ വേണ്ടി ആകെ കഴിയാത്തൊരവസ്ഥ വന്ന നാട്ടുകാരൊക്കെ കൂട്ടിയിട്ട് പറയാത്ര നമുക്കെന്നാ ഇത് വീരപ്പനെ ഏൽപ്പിക്കാം. അങ്ങനെ ആരെങ്കിലും പറയോ? മനസ്സിലായില്ല. കാന്തപുരം എ പി അബൂബക്കർ മുസ്ലിയാരുടെ കയ്യിലുള്ള മൊഴികൾ വ്യാജമാണെന്ന് സമൂഹം പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. എല്ലാം വ്യാജമാണെന്ന് പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. അപ്പോഴാണ് കാന്തപുരത്തിന്റെ കയ്യിലുള്ളത് വ്യാജമാണെന്ന് പറഞ്ഞുകൊണ്ടിരിക്കുമ്പോ ഈജിപ്തിലും യമനിലും ഇസ്രായേലിന്റെ കാരണമായി മറ്റു പല പ്രദേശങ്ങളിലും മുസ്ലിങ്ങൾ തമ്മിൽ പല രാഷ്ട്രങ്ങളിലും അക്രമങ്ങൾ നടക്കുമ്പോ അവിടെ സുരക്ഷിതത്വമില്ലെന്ന് ബോധ്യപ്പെട്ടിട്ട് അവിടെയുള്ള ആസാറുകൾ തിരുശേഷിപ്പുകളൊക്കെ കേരളത്തിലേക്ക് വരും. അവര് ചിന്തിക്കുമത്രേ, തങ്ങൾ പറയാണ്, തങ്ങളെ പ്രസംഗത്തിൽ പറയാണ്, അവർ ചിന്തിക്കും, ഈജിപ്തിലുള്ളവർ ചിന്തിക്കും. എന്താ ചിന്തിക്കുക? നമ്മളെ കയ്യിൽ ഒരുപാട് തിരുശേഷിപ്പുകളുണ്ട്. ഈജിപ്തിലുള്ളവർ ചിന്തിക്കും, യമനിലുള്ളവർ ചിന്തിക്കും. എല്ലാവരും പറയുമത്രേ നമ്മുടെ നാട്ടിലുള്ള തിരുശേഷിപ്പുകൾ ഓരോന്നും കൊണ്ടുപോയിട്ട് കേരളത്തിലെ അവർ ചിന്തിക്കും, അവർ ചർച്ച ചെയ്യുമെന്നാ പറഞ്ഞത്. എന്താ ചർച്ച ചെയ്യുക? ഈ ആസാറുകളൊക്കെ ഇവിടെ സുരക്ഷിതമല്ലാത്ത അവസ്ഥയാണുള്ളതിപ്പോൾ. അതുകൊണ്ട് ഈ സുരക്ഷിതത്വമില്ലാത്ത അവസ്ഥ മാറിയിട്ട് സുരക്ഷിതമായ ഒരു കേന്ദ്രം നമുക്ക് വേണം. അതെവിടെയാണെന്ന് ചോദിച്ചാൽ അവർ ഒരസ്വരത്തിൽ പറയുമത്രേ, ഇവിടെ പ്രസംഗിച്ചതാ, ഈ നാട്ടിൽ പ്രസംഗിച്ചതാണ്, ഉജ്റത്തങ്ങൾ പ്രസംഗിച്ചതാണ്. ഷേഖ് അബൂബക്കർ കാന്തപുരത്തിന്റെ കയ്യിലാണ്, ഇത് സുരക്ഷിതമായി വെക്കാൻ കഴിയാം. ഞാൻ പറഞ്ഞില്ലേ, ഒരു മഹല്ലിൽ പ്രശ്നം ഉണ്ടാകുകയാണ്, അവിടെയുള്ള പ്രധാനപ്പെട്ട സാധനങ്ങളൊന്നും വെക്കാൻ സ്ഥലമില്ല. അപ്പൊ ആ മഹല്ലുകാരൊക്കെ ചർച്ച ചെയ്തിട്ട് പറയും, എന്താ പറയാ, നമുക്കിവിടെ സുരക്ഷിതമല്ലാത്തോണ്ട് വീരപ്പന്റെ കയ്യിൽ കൊണ്ടുകൊടുക്കാം. ആരോ പറയോ അങ്ങനെ ആരും പറയോ? ഈജിപ്തിലുള്ളവർക്ക് ബുദ്ധിമുട്ടുള്ളതുകൊണ്ട് കാന്തപുരത്തിന്റെ കൊണ്ടുകൊടുക്കും. സാധ്യതയുണ്ട്. എന്താണ് സാധ്യത? ഈജിപ്തിൽ നിന്ന് ഒരു സാധനം ആകെ പ്രശ്നമായ കൊണ്ടുവരാൻ സാധ്യതയുണ്ട്. എന്താ അത്? മൂപ്പർക്ക് പറ്റിയത് അവിടെ സൂക്ഷിച്ചിട്ടുണ്ട്. ഈജിപ്തിലുണ്ട് മൂപ്പർക്ക് പറ്റിയത്. ആ സാധനം കൊണ്ടുവരാൻ സാധ്യതയുണ്ട്. അത് കൊണ്ടുവന്നാൽ മൂപ്പർക്ക് പറയാം, ഇതെന്റെ നേതാവാണെന്ന് വിളിച്ചു പറയാം. അല്ലാതെ ഇവിടെ പ്രസംഗിച്ചതാണ്, ഉസ്താദിന്റെ കയ്യിൽ അങ്ങനെ ഒഴുകിയെത്തുമെന്ന് പറഞ്ഞ ആസാറുകൾ. ഇതെന്തപ്പം കടൽ പോലെ അത്രത്തോളം വ്യാപകം. എന്താണ് കഷ്ടപ്പാട്? ഞാനിങ്ങനെ പറഞ്ഞല്ലോ, ഈ മുടിയുമായി ബന്ധപ്പെട്ട ചർച്ചകൾ ഇങ്ങനെ മുന്നോട്ട് പോയപ്പോ ഞാനിങ്ങനെ ആലോചിച്ചു, ഈ മുടി എത്രത്തോളം പവിത്രത ഉള്ളതാണെന്ന് കരുതിയിട്ടല്ലേ ഞങ്ങളൊക്കെ ഇങ്ങനെ പിടിച്ചിരുന്നിട്ട് വണ്ടി കൊണ്ടുപോയത്. സംസ്ഥയുടെ SKSFന്റെ പ്രവർത്തകരിൽ നിന്ന് പിടിച്ചു വാങ്ങിയത് ഞാൻ തന്നെയല്ലേ. എന്നിട്ട് ഞങ്ങളിങ്ങനെ കൊണ്ടുപോകുമ്പോ എത്ര മണിക്കൂർ, ഒരു 2.5 മണിക്കൂർ എങ്ങാനും ഞാൻ നിശബ്ദനായിരുന്നു. പള്ളി കയറിയപ്പോലും അത്ര നിശബ്ദത ഉണ്ടാവില്ല, ഈ അമ്മുവിന്റെ പൊടിയും പിടിച്ചിരിക്കുമ്പോ ഉണ്ടായ അവസ്ഥ. എന്നിട്ട് ഞങ്ങളത് കൊണ്ടുപോയി. അത് കൊണ്ടുപോയിട്ട് കാന്തപുരം എന്ന് വിളിച്ചു പറഞ്ഞതനുസരിച്ച് എല്ലാ സ്വീകരണങ്ങളും നടത്തി. ആക്കോട് എന്ന് പറഞ്ഞ സ്ഥലത്ത് സ്വീകരണം കൊടുത്തു. ത്വലാൽ ബദറൊക്കെ ചൊല്ലിയിട്ടാ സ്വീകരിച്ചതെന്ന്. അത് കഴിഞ്ഞിട്ട് പിറ്റേ ദിവസം എയർപോർട്ടിൽ നിന്ന്, കോഴിക്കോട്ട് എയർപോർട്ടിൽ നിന്ന് യാത്ര അയച്ചു. അത് പോയി. അതിനെക്കുറിച്ചാണ് പൊന്മള പറഞ്ഞത്, റോങ് പരിപാടിയായിരുന്നു അത് അമ്മോന്റെ പൊടിയാന്ന് ഞാനല്ല പറഞ്ഞത്. ആദ്യം വിളിച്ചു പറഞ്ഞത് ജിഷാനോട് പൊന്മളയാണ്. എന്നിട്ടാണ് ഇവിടെ വന്നിട്ട് പ്രസംഗിക്കുന്നത്. SKSSFകാരന്റെ കയ്യിൽ കിട്ടിയ മുടി യാഥാർത്ഥ്യം, SKSSFകാർ അത് ഉപയോഗിക്കാൻ അല്ലെങ്കിൽ കയ്യിൽ വെക്കാൻ അർഹരല്ലാത്തതിന്റെ പേരിൽ ബോംബെയിലുള്ളവർ വന്ന് തിരിച്ചു വാങ്ങി വല്ലാത്ത സന്തോഷത്തിൽ തിരിച്ചു കൊണ്ടുപോയി എന്ന് പറഞ്ഞതിനെ പൊന്മള പറഞ്ഞത് റോങ് പരിപാടിയെന്നും അമ്മൂന്റെ പൊടിയെന്നുമാണ്. ഇവിടെ പ്രസംഗിച്ച തങ്ങൾക്ക് തോന്നിയത് അത് വലിയ മഹത്വമുള്ള കാര്യമായിട്ടാണ്. പറയൂ തങ്ങളെ, കാന്തപുരത്തോട് ചോദിച്ചു മറുപടി പറഞ്ഞു തരൂ തങ്ങളെ, നിങ്ങൾ കാന്തപുരം പറഞ്ഞതാണോ അംഗീകരിക്കുന്നത്, അല്ല പൊന്മള പറഞ്ഞത് അംഗീകരിക്കുമോ? ഒരു കാര്യം പറയാനുള്ളൂ. പൊന്മള ഇത് പറയുമ്പോൾ സാധാരണ ഇവർ പറയാറുണ്ട്, എന്താ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ തിരുമുടിയാവാനുള്ള ഒരു സാധ്യതയെങ്കിലും ബാക്കിയുണ്ടെങ്കിൽ നിങ്ങൾ പറഞ്ഞത് മോശാവൂല്ലേ എന്ന് ചോദിക്കാറുണ്ട്. പൊന്മളയും ഇപ്പോ ചോദിക്കാൻ തുടങ്ങിയിട്ടുണ്ടാന്ന് ഞാൻ ചോദിക്കട്ടെ. പൊന്മള ഒരു പുസ്തകം ഇറക്കിയിട്ടുണ്ട്, ത്വരീഖത്തൊരു സമഗ്ര പഠനം, ഒരു ചുവപ്പ് പുസ്തകം, ഈമാൻകാര്യം 5 പുസ്തകം. ആ പുസ്തകം നമ്മളൊരു വിഷം കൊണ്ടുവന്നിട്ട് ഒരു വിഷപദാർത്ഥം ഒരു തെങ്ങിനൊഴിച്ചു കൊടുത്താൽ ചിലപ്പോ തെങ്ങ് അതൊന്ന് ഉണങ്ങണം, കുറച്ച് സമയം പിടിക്കും. പക്ഷെ ഇയാളെ പുസ്തകം അത് കത്തിച്ചിട്ട് ആ തെങ്ങിനിട്ട് കൊടുത്താൽ നിമിഷ നേരം കൊണ്ട് ആ തെങ്ങ് കത്തും. അത്രത്തോളം മഹാരാജങ്ങളുടെ പേര് പറഞ്ഞ് യഥാർത്ഥ മഹാന്മാരെ പോലും കുറ്റം പറയുന്നിടത്ത് അയാൾ ഒരു നയവും കാണിച്ചിട്ടില്ല, ഒരു സൂക്ഷ്മതയും കാണിച്ചിട്ടില്ല. എന്നിട്ട് അയാൾ ചെയ്ത പണി എന്താ?
ആ പുസ്തകം എഴുതി എല്ലാവരും വിമർശിച്ചു. അയാളാ പറയുന്നത് ഒരു മുടി കൊണ്ടുവന്നിട്ട് പൂർണ്ണമായും അത് അയഥാർത്ഥമാണെന്ന് ബോധ്യപ്പെട്ടിട്ട് കൂടി പൊന്മള പറയാണ്, ഒരു ഭാഗമെങ്കിലും, ഒരു ശതമാനമെങ്കിലും അത് തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടേതായി പോയെങ്കിലോ എന്ന ചോദ്യം. ഞാൻ ചോദിക്കട്ടെ, 10-65 മഹാന്മാരെ പിടിച്ച് കള്ളശേഹന്മാരാണെന്ന് പറഞ്ഞ് നിങ്ങൾ വലിച്ചെറിയുന്ന സമയത്ത് അതിലൊരു മഹാനെങ്കിലും അള്ളാഹുവിന്റെ വലിയാണെന്നും നിങ്ങൾക്ക് തിരിച്ചറിയാൻ കഴിയാത്ത കണ്ണുള്ളതുകൊണ്ട്, നിങ്ങൾക്ക് തിരിച്ചറിയാൻ കഴിയാത്ത അവസ്ഥയിൽ നിങ്ങളായതുകൊണ്ട് നിങ്ങൾക്ക് തെറ്റിപ്പോയതാണെന്ന് മനസ്സിലാക്കാൻ ഒരാളുടെ കാര്യത്തിലെങ്കിലും നിങ്ങൾ ശ്രദ്ധ കാണിച്ചിരുന്നോ? എന്നിട്ടാണ് ഏതോ 2.5 മീറ്റർ നീളമുള്ള മുടിനെ പറ്റി അഭിപ്രായം പറയുന്നത്. സ്ത്രീകളില്ലാത്ത ഭാഗ്യം ഈ സദസ്സിൽ. ജാലിയൻവാലിന്റെയും ഹസ്രജിന്റെയും പേര് കേട്ടാൽ ഏറ്റവും ഏറെ കേരളത്തിൽ ഇന്ന് സന്തോഷിക്കുന്നത് നമ്മൾ സ്ത്രീകളാ. അവര് പറയാറുണ്ട്, ജാലിയ ഇവരൊന്നും കേരളത്തിൽ വരുന്നില്ലേന്ന് അവരന്വേഷിക്കാണിപ്പോ. വരികയാണെങ്കിൽ എന്തിനാ ദാദ്രി ഓയിലൊക്കെ? ഇവരെ കയ്യിലുള്ള മുടിയൊന്ന് വാങ്ങിക്കെട്ടിയാ പോരെ? കാതിലുള്ള സ്വർണവും കഴുത്തിലുള്ള സ്വർണ്ണം കോരിക്കൊടുത്തിട്ട് ജാലിയൻവാലയോട് ഒരു പക്ഷേ ഇവർ പറയും, ആ മുടി ഞങ്ങൾക്ക് തന്നേക്ക്, ഞങ്ങൾ ഫിറ്റ് ചെയ്തോളാം. 2.5 മീറ്ററുള്ള മുടി ഇട്ടാണെങ്കിൽ ഏതെങ്കിലും സ്ത്രീകൾ ഒഴിവാക്കുമോ? 2.5 മീറ്റർ മുടി. ഞാൻ ആദ്യം 60ഓളം ദിവസം അവിടെ നിന്നു, അയാളോടൊപ്പം പലപ്പോഴായിട്ട് പോയി വന്നു. അപ്പൊ അങ്ങനെ പോയി വന്ന് നമ്മളെ സാധാരണ പ്രഭാഷകർ പ്രസംഗിക്കാറുണ്ട്, എന്ത് ജാലിയൻവാല എന്ന വ്യക്തി ഒരു വക്തും നിസ്കരിക്കാത്ത ആളാണെന്നൊക്കെ. ഞാൻ അത് പറയാൻ ഞാൻ ആളല്ല, കാരണം സത്യം മാത്രമേ പറയാവൂ എന്ന് വിശ്വസിക്കുന്ന ആളാണ് ഞാൻ. സംഘടന SKSFന്റെ സ്റ്റേജിലായതുകൊണ്ട് മാത്രം നമ്മൾ കളവ് പറഞ്ഞു പോകാൻ പാടില്ല. ജാലിയൻവാല തീരെ നിസ്കരിക്കാത്ത ആളാണ്, അയാൾ ഏപ്പിന്റെ ഷെയ്ഖല്ലേ. ഏപ്പിന്റെ ഷെയ്ഖാണെന്ന് പറയുന്നത് ശരിയാ, പക്ഷെ തീരെ നിസ്കരിക്കാത്ത ആളാന്നുള്ളതിൽ അംഗീകരിക്കാൻ എനിക്ക് കഴിയില്ല. കാരണം 60 ദിവസമെങ്കിലും അയാളുടെ അടുത്ത് പലപ്പോഴായിട്ട് ഞാൻ പോയിട്ടുണ്ട്. ഇത് SSFകാർക്ക് സന്തോഷിക്കാൻ പറ്റുന്നതാണ്. ബാക്കിയൊക്കെ അങ്ങനെ ഞാൻ SKSFനല്ല, SSFകാർക്ക് സന്തോഷിക്കാൻ പറ്റുന്ന കാര്യമാണ്. തീരെ നിസ്കരിക്കാറില്ല എന്ന് പറഞ്ഞാൽ കളവ് തന്നെയാണ്, അത് നമുക്ക് അംഗീകരിക്കാൻ പറ്റൂല. ഞാൻ അദ്ദേഹത്തോടൊപ്പം നിന്നിട്ടുണ്ട്. അദ്ദേഹം കോഴിക്കോട് എയർപോർട്ടിൽ ഇറങ്ങിയിട്ട് ഈ മംഗലാപുരം എയർപോർട്ട് വഴിയാണ് അദ്ദേഹം ബോംബെയിലേക്ക് പോയത്. ആ യാത്രയിൽ ഞാൻ അയാളെ കൂടെ ഉണ്ടായിട്ടുണ്ട്, പലപ്പോഴും ഉണ്ടായിട്ടുണ്ട്. ഷേർ മുബാറക്ക് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ തിരുമുടി സൂക്ഷിക്കുന്നു എന്ന് പറയുന്ന റൂമിന്റെ മുന്നിൽ ചെയിൻ സ്മോക്കറായിട്ട് പുകയും വലിച്ചിട്ട് മൂപ്പരിയിരിക്കും, കാലും കയറ്റിയിട്ട്. അതാ മൂപ്പര ആദരവ്. ഏത് മുടിയായാലും ഉണ്ടല്ലോ ഒരു ബഹുമാനം. കുറച്ച് കാല് വെച്ചൂടെ? കാലും കയറ്റിയിട്ട് മൂപ്പരിയിരിക്കും, അതാണ് കേന്ദ്രം. എന്നിട്ട് ഇദ്ദേഹത്തിനോടൊപ്പമുള്ള യാത്രക്കിടയിൽ ജീവിതത്തിൽ ആദ്യമായി ഒരു അസർ നിസ്കാരം മൂപ്പര് നിസ്കരിക്കുന്നത് ഞാൻ കണ്ടിട്ടുണ്ട്. ഒരസർ നിസ്കാരം. അപ്പൊ തീരെ നിസ്കരിച്ചിട്ടില്ല എന്ന് പറയാൻ പറ്റില്ല. അയാളാണ് കാന്തപുരത്തിന്റെ ശേഖം ഈ മുടി സൂക്ഷിക്കുകയും ചെയ്യുന്ന ആള്. ഈ മനുഷ്യന്റെ ആളായിട്ട് നിരന്തരം ആദ്യകാലത്ത് വിശ്വാസത്തിൽ തന്നെയാണ്. പിന്നെ ചില സംശയങ്ങൾ ഉണ്ടായത് മുതൽ പഠനങ്ങൾ ആരംഭിച്ചു. അങ്ങനെ പഠനങ്ങൾ ആരംഭിച്ചപ്പോ ഏറ്റവും നല്ല ആളായിട്ട് മൂപ്പരെടുത്ത് കൂടിയപ്പോഴാണ് മൂപ്പര് എനിക്ക് ഈ 2.5 മീറ്റർ മുടി കാണിച്ചു തന്നത്. പിന്നെ നല്ല ഡിജിറ്റൽ ഫോട്ടോ, മുഹീദ്ദീൻ ഷേഖ് റളിയല്ലാഹു അൻഹു തങ്ങളുടെ ഫോട്ടോ. പിന്നെ അവിടെ ഇല്ലാത്ത മുടിയിൽ ഏതൊക്കെ നേതാവ്, നമ്മൾ സാധാരണ ഈ ഇതുണ്ടല്ലോ സൂപ്പർ മാർക്കറ്റിൽ പോയിട്ട് എന്തെങ്കിലും ഒരു പ്രൊഡക്റ്റ് പറയാം, അതുണ്ടോ ഇതുണ്ടോ എന്ന് വെച്ചാൽ എന്താ സെയിൽസ്മാൻ പറയാം, ആ റെഡി ഇവിടെ ഉണ്ട് എന്ന് പറയും. അതുപോലെ ജാലിയൻവാലിന്റെ അടുത്ത് പോയിട്ട് ചോദിക്കാം, അല്ല അപ്പൊ നമുക്ക് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളാണ്, അപ്പം റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ വടിയുണ്ടോ? ആ റെഡി ഇതാന്ന് പറഞ്ഞ മൂല്യം എടുത്തു തരും. ഇതുള്ളതാണ് ഞാൻ പറയുന്നത്. ഇനി നമ്മൾ പറയാ, ഈ അടുത്ത കാലത്ത് ഇവിടെ വഫാത്തായി പോയ അഹമ്മദ് റസാഖാൻ തങ്ങളുണ്ട്, മൂപ്പരുടെ ഷെയർ ഉണ്ടോ? റെഡി എന്ന് പറഞ്ഞ എടുത്ത് കാണിച്ചു തരും. ആ ഷെയറിന്റെ പ്രത്യേകത എന്താ? അത് പ്രത്യേകതയൊക്കെ മൂപ്പർ പറഞ്ഞുതരും. ഹുസൈൻ റളിയല്ലാഹു അൻഹുവിന്റെ ഷെയർ ഉണ്ടോ? ഒന്നല്ല, എല്ലാവരും ഒരുപാടുണ്ട് മൂപ്പർക്ക്. എന്നിട്ടോ എല്ലാവരുടെ ഷെയറുകളും വളരും ചെയ്യത്രേ, വളരും. ഇനി വളരുന്നത് വലിയ അത്ഭുതമൊന്നുമല്ല. വളർത്താൻ പറ്റുന്ന കൂട്ടുകൾ എന്തൊക്കെയാണെന്ന് കേരളത്തിൽ തന്നെ ഒരു പണ്ഡിതൻ കണ്ടുപിടിച്ചിട്ടുണ്ട്. മൂപ്പരെ വെല്ലുവിളിക്കുന്നുണ്ട് ഇസ്മായിൽ സഖാഫി, മൂപ്പരെടുത്തുണ്ട് ആ കൂട്ട്. കാരണം ഇത് വളരുന്ന ഞാനും കണ്ടിട്ടുണ്ട്, വളരില്ല എന്ന് എനിക്കും അഭിപ്രായമൊന്നുമില്ല. എന്റെ കയ്യിലുള്ളത് വളരുന്നുണ്ട്, പ്രശ്നമാക്കണ്ട. അതിനെന്താ സംഭവം? മെഴുകിൽ ഒരു മസാല എന്ന് പറഞ്ഞൊരു കൂട്ടുണ്ട്. ഞാൻ അതിനാ റോസ് അവിടെ കൂടിയത്. ഞാനും ഉണ്ടാക്കി തരാം നിങ്ങൾക്ക് ഈ കൂട്ട്. അതങ്ങോട്ട് ഉണ്ടാക്കിയിട്ട് മുടിയല്ല എന്ത് സാധനം കുത്തിവെച്ചാലും ആ മുടി വളരും. അതിലുള്ള കോശത്തെ ഉജ്ജീവിപ്പിച്ചിട്ട് അതിനെ നന്നായിട്ട് അതിലുള്ള പ്രത്യേക ഇതൊക്കെ അങ്ങോട്ട് ചേർത്തിട്ട് അങ്ങോട്ട് കൊണ്ടുകൊടുത്താൽ റെഡിയായി. ഇവരുടെ കേന്ദ്രം ജാലിയൻവാലയുടെ നാടായ ദോറാജിയിൽ ഞാൻ പോയിട്ടുണ്ട്, കാന്തപുരം പോയിട്ടില്ല. ദോറാജിയിൽ പോയി നോക്കുമ്പോ അവിടുത്തെ ഒരു പള്ളിയിൽ പോയി, ദോറാജി ഇയാളുമായിട്ട് ബന്ധമുള്ള ഒരു പള്ളിയിൽ പോയി. ആ പള്ളിയിൽ ചെന്നപ്പോ ഞാൻ അത്ഭുതപ്പെട്ടു. അവിടുത്തെ ഫയലൊക്കെ ഞാനൊരു വിസിറ്റിംഗ് കാർഡൊക്കെ അടിച്ചിട്ടാ പോയത്. വിസിറ്റിംഗ് കാർഡിൽ ഞാൻ കൊടുത്തിട്ടുണ്ട് ഖാദിമുൽ ആസാർ. മൂപ്പര് ആസാർ മസ്ജിദ് ഉണ്ടാക്കുമ്പോൾ ഞാൻ ഖാദിമെങ്കിലാവണ്ടേ.
ഈ കഴിഞ്ഞ റമദാനിലെ കഥ പറയുന്നത്, കൊല്ലങ്ങൾക്ക് മുമ്പ് പോയതല്ല. എല്ലാ രേഖകളും എന്റെ ലാപ്ടോപ്പിലുണ്ട്. ഈ പറയുന്ന മുഴുവൻ ഞാൻ ക്യാമറയായിട്ടാണ് പോയത്. എന്നിട്ട് ഞാൻ അവിടെ ഇരുന്നിട്ട് വിസിറ്റിംഗ് കാർഡ് കൊടുത്തപ്പോൾ ഇയാൾക്ക് ഭയങ്കര വിശ്വാസമായ പള്ളിയിലുള്ള ആളെല്ലാം പറഞ്ഞു. അപ്പൊ 275 സ്ഥലത്തേക്ക് അവിടുന്ന് മുടി കൊടുത്തിട്ടുണ്ട്. അതിന്റെ ഓരോ ആളുകളും കൊടുത്ത അപേക്ഷാ ഫോറം, ലെറ്റർ പേഡ് അടക്കം ഞാൻ ഫോട്ടോ എടുത്തിട്ടുണ്ട്. 275 85 ഏതായാലും 270 മേലെ സ്ഥലങ്ങളിലേക്ക് അവിടുന്ന് മുടി കൊടുത്തിട്ടുണ്ട്. അതിന്റെ സബ് ഏജൻസിയാണ് ഇയാള്. എന്നിട്ട് മൂപ്പരെ പറ്റിയുണ്ട് പകരം പറയുന്നത് അവിടെ 200 300 ഒന്നുമല്ല, ഒന്നിലധികം ഉണ്ട്. അപ്പൊ എനിക്ക് മനസ്സിലായത് ആ പറഞ്ഞതിന്റെ അർത്ഥം 5000 മേലെ ഉണ്ട് എന്നാണ്. അങ്ങനെയാണ്. വലിയ 2.5 മീറ്റർ നീളമുണ്ടെന്ന് പറയുന്ന മുടി വലിയ കെട്ടുകളാണ്, 2 വലിയ കെട്ടുകൾ. പിന്നെ 1 മീറ്റർ 1/4 മീറ്റർ വീതിയിലുള്ള ഓരോ അളവിനനുസരിച്ച് മുറിച്ചു വെച്ചത് ഒരുപാട്, ഒന്നിച്ച് കൂട്ടിയിട്ടത് ഒരുപാട്. ഇങ്ങനെ ഒരുപാട് മുടിക്കെട്ടുകൾ ഒന്നിച്ച് സൂക്ഷിച്ചിട്ടുണ്ട്. ചിലത് മൂപ്പരെടുക്കും പരിശോധനക്ക്. എന്നിട്ട് ഇങ്ങനെ നോക്കിയിട്ട് വെള്ളത്തിൽ മുക്കി പെട്ടെന്ന് ബൾബിന്റെ മേലിൽ ഇങ്ങനെ ടെസ്റ്റ് ചെയ്യാൻ നോക്കുമ്പോ അപ്പൊ തന്നെ കരിഞ്ഞിട്ടുണ്ടാവും. ഇത് ഷെയറും പറക്കല്ല, മുപ്പരാണ്ട് വലിച്ചെറിഞ്ഞു, അതിന്റെ പകുതി കത്തി. ഒരേ പാത്രത്തിന് ഇതെടുക്കുന്നത്. എന്തൊരു ഗതികേടാണിത്. ഈ ഗതികേട് പിടിച്ച ഇതിന്റെ പിന്നാലെ പോവാണ് എസ്എസ്എഫുകാരാ. എന്തെങ്കിലും പറയല്ലത്. ഇത് സംഘടനാപരമായ പ്രശ്നമല്ല. ഇത് ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുമായി ബന്ധപ്പെട്ട വിശ്വാസത്തിന്റെ പ്രശ്നമാണ്. ഇത് ജീവൽ പ്രധാനമായ നമ്മുടെ ഈമാനുമായി ബന്ധപ്പെട്ട പ്രശ്നമാണ്. തബറുക്കിന്റെ എന്ന് പറഞ്ഞ് ഒഴിഞ്ഞു മാറാൻ പറ്റൂല. തബറുക്ക് കാണാനില്ലെന്ന് തീരുമാനിക്കുന്നതിന് മുമ്പ് ഹബീബിന്റെ പേരിൽ പച്ചക്കള്ളം ചേർത്തിയിട്ട് നിരൂപിയാക്കി മാറ്റാനുള്ള ഇസ്രയേലി ചാരസന്തതികളുടെ പ്രവർത്തനങ്ങൾ അറിയാതെയോ അറിഞ്ഞുകൊണ്ടോ കാന്തപുരവും അനുയായികളും ഏറ്റെടുത്തു എന്നാണ് ഇതിൽ നിന്ന് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. കൃത്യാണ്. ഒരു വക്ത് പോലും നിസ്കരിക്കാറില്ലെന്ന് മാത്രമല്ല, ഇയാളുടെ പുത്രനാണ് അടുത്ത അവകാശി. ആ മനുഷ്യൻ ഇവരെ നൈറ്റ് ഡ്യൂട്ടിയാണ് ഫുള്ള്. ജിഷാൻ പറഞ്ഞ പോലെ നൈറ്റ് തന്നെയാണ് ഡ്യൂട്ടി നിർവഹിച്ചിട്ട് 7 മണി 7:30 തുടങ്ങും. സുബ്ഹി വരെ ഇങ്ങനെ അതിനകത്ത് പരിപാടി ഉണ്ടാവും. ഞാൻ അവിടുന്ന് ജമ്മും കസറൊക്കെ ആക്കി കുറെ നിസ്കരിച്ചു നോക്കും. ഇവരെ ആരെങ്കിലും നിസ്കരിക്കുന്നുണ്ടോ? ഒരു മനുഷ്യനും നിസ്കരിക്കുന്നതാണില്ല. അങ്ങനെയാണ് ഞാൻ പറഞ്ഞ ഇവിടുന്ന് ഒരു നിസ്കാരം കണ്ടുകിട്ടിയത്. അങ്ങനെ മകനാണെങ്കിലോ നിസ്കാരം എന്ന് പറഞ്ഞ സംഭവം തന്നെ മൂപ്പർക്കറിയില്ല. റൂമിന്റെ ഉള്ളിൽ എന്ന് പറയുന്നതിന്റെ ഉള്ളിൽ ചെറുപ്പക്കാരികളായ സ്ത്രീകൾ കടന്നിരുന്നിട്ട് അവർക്ക് മന്ത്രവും മുറുക്കും ഒക്കെ കഴിഞ്ഞ് ഒറ്റക്ക്, അവരെ കൂടെ ഉമ്മയും ബാപ്പയും ഒന്നും ഉണ്ടാവില്ല, എല്ലാവരും പുറത്തിരുത്തിയിട്ട് ഉള്ളിൽ നിന്ന് ഒറ്റക്ക് ചികിത്സ നടത്തിയിട്ട് പുറത്തിറക്കുക. ഇവൻ എന്ത് ചികിത്സ ഇവനറിയാം? ഒരു കുന്തം അറിയില്ല. എന്നിട്ട് ഇയാളെ കുറിച്ചാണ് പറഞ്ഞത് നമ്മുടെ ഉസ്താദിന്റെ മുറബ്ബിയായ ഷെയ്ഖ് എന്ന് പറഞ്ഞത്. ഇപ്പൊ പേരോടിനോട് ചോദിക്കുന്നുണ്ട്, മുറബ്ബിയായ ഷെയ്ഖ് എന്ന് ഉസ്താദിനെ കുറിച്ച് പറഞ്ഞിട്ടില്ലേ? ഉസ്താദ് അങ്ങനെ പറഞ്ഞിട്ടില്ല. ഉസ്താദ് അല്ലെങ്കിൽ അങ്ങനെയൊന്നും പറയില്ല. ഉസ്താദിന് കുറെ ഡ്യൂട്ടി ഏൽപ്പിക്കപ്പെട്ട കുറെ മന്ത്രിമാരുണ്ട്. അതിൽ ഒരാളുടെ ഡ്യൂട്ടി എന്താ? പേരോടിനെ പോലുള്ള ഒരാള് എന്ത് വ്യാജം വന്നാലും എന്ത് അബദ്ധം വന്നാലും അത് വിശദീകരിച്ചിട്ട് സത്യമാക്കി മാറ്റുക എന്നുള്ള ഡ്യൂട്ടിയാണ് പേരോടിന്റേത്. പൊന്മളന്റെ ഡ്യൂട്ടി എന്താണ്? പൊന്മൾ ഇങ്ങനെ മൂപ്പര് ഏൽപ്പിച്ച ഡ്യൂട്ടിയല്ല, മൂപ്പര് സ്വന്തം ഡ്യൂട്ടിയാണ്. സാമ്പത്തിക പ്രതിസന്ധികളോ മറ്റു വൈഷമ്യങ്ങളോ ഉണ്ടാവുന്ന സമയത്ത് ഏപ്പിനോട് പറയും, ഞാനിതാ അത് പറയും, ഇത് പറയും, ഇപ്പൊ അത് പറയും. അപ്പൊ മൂപ്പര് വിളിച്ചോരും, പ്രശ്നമാക്കണ്ട, പൊന്മളയിലൂടെ സ്ഥലം നോക്കിയിട്ടുണ്ടോ, ഞാൻ റെഡിയാക്കി തരാം. കഴിഞ്ഞു, പ്രശ്നം തീർന്നു. ഇല്ലെങ്കിൽ ഞാൻ ചോദിക്കുന്നു, എന്നോട് പോലും പൊന്മള അബ്ദുൽ ഖാദർ മുസ്ലിയാർ ഈ മുടിയുമായി ബന്ധപ്പെട്ട് പറഞ്ഞ യാഥാർത്ഥ്യങ്ങൾ, സത്യങ്ങൾ പൊന്മള ഒരേ ഒരു നിമിഷം കൊണ്ട് പറഞ്ഞില്ലേ? ഒരു കാലഘട്ടത്തിൽ പൊന്മളുടെ സ്വഭാവം അത്. മുസ്തഫ ഫൈസി പൊന്മളെ കൊണ്ടൊരു ഗുണം ഉണ്ടാവാറുണ്ട്. ആയത്തുൽ കുർസി ആരാ പഠിപ്പിച്ചത്? ഇബ്ലീസ്. അപ്പൊ അങ്ങനെയൊക്കെ ഗുണങ്ങൾ ഉണ്ടാവും. എങ്ങനെ? അവിടെ കുടുങ്ങിയിട്ട് സത്യം ബോധ്യപ്പെടാതെ ആരെങ്കിലും കഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ വഴി മൂപ്പര് കാണിച്ചു തരും. എന്നിട്ട് മൂപ്പര് എന്റെ പണി തീർന്നു എന്ന് പറഞ്ഞ് പോവും. പണ്ട് മുസ്തഫ ഫൈസിന് ഇതേപോലെ ചെയ്തു. ഇപ്പൊ ഞങ്ങളൊക്കെ ചെയ്തു, അൽഹംദുലില്ലാ. പൊന്മളക്ക് താങ്ക്സ്. വേറൊന്നുമില്ല. കാരണം ഇങ്ങോട്ട് തിരിച്ചു വരികയാണെങ്കിൽ കുറച്ച് പണിയുണ്ട്. AP തിരിച്ച് കുളിച്ചൊക്കെ ശരിയായി വരികയാണെന്ന് നോക്കാം. ഇത് മഹാന്മാരെ കുറ്റം പറഞ്ഞ ആളാണ്. ഒഴിവാക്കുകയാണെങ്കിൽ നിങ്ങൾ അറബിക്കടലിന്റെ അങ്ങേയറ്റത്ത് കൊണ്ട് ഒഴിവാക്കിക്കളി. അയാൾ വേണ്ട. അപ്പൊ പക്ഷേ പൊന്മള മുമ്പ് മുസ്തഫ ഫൈസിനെ വിളിച്ചു. എന്നിട്ട് പറഞ്ഞു ഏപ്പിന്റെ നിലപാട് ശരിയില്ല, കുവൈത്ത് കരാറ് ശരിയായിട്ടില്ല എന്നൊക്കെ പറഞ്ഞ് കുറെ ചർവിതചർവണങ്ങളൊക്കെ നടത്തിയിട്ടൊരു യോഗം ചേർന്നു. മലപ്പുറത്തെ മാളിയേക്കൽ ടൂറിസ്റ്റ് ഹോമിൽ യോഗം ചേർന്നു. എന്നിട്ട് 10-12 വലിയ ആളുകളെയും കൊണ്ട് ഒപ്പിടിച്ചു ഏപ്പിക്കെതിരെ. AP മുഷാവറ സെക്രട്ടറി സ്ഥാനം രാജിവെക്കണം എന്നൊക്കെ പറഞ്ഞിട്ട് ഒപ്പിടിച്ചിട്ട് നേരെ അത് കൊണ്ടുകൊടുത്തു ഏപ്പിന്റെ നേതൃത്വത്തിലുള്ള ആളുകൾക്ക്. അവസാനം AP വിളിച്ചപ്പോ മൂപ്പരമെല്ലാം പിന്മാറി. മുസ്തഫ ഫൈസി ആൺകുട്ടിനെ പോലെ അവിടെ പിടിച്ചു നിന്നു. അതുകൊണ്ട് മുസ്തഫ ഫൈസി രക്ഷപ്പെട്ടു.
അങ്ങനെ ഓരോ കാലഘട്ടത്തിലും മൂപ്പർ രക്ഷപ്പെടുത്തും ഓരോരുത്തരെ. അള്ളാഹു അതിനുള്ള തൗഫീഖ് അയാൾക്ക് ഇനിയും കൊടുക്കുമാറാവട്ടെ. അവസാനം പിരിച്ചുവിടുന്ന ആൾ മൂപ്പർ തന്നെ ആയിരിക്കും. ദജ്ജാലിന് കൂടെ ചേരാൻ പറ്റുന്നവരും ഉണ്ടാവണമല്ലോ. വരക്കൽ തങ്ങളുടെ പ്രാർത്ഥന എന്താണ്? മഹ്ദി ഇമാമിന്റെ കയ്യിലേക്ക് ഈ സംഘടന ഏൽപ്പിക്കണമെന്നാ. അപ്പൊ അതിനൊരു നേരെ ഓപ്പോസിറ്റ് ആയിട്ട് മറ്റൊന്നുകൂടി ഉണ്ടാവണ്ടേ? അത് ഏൽപ്പിക്കാൻ, അത് ഏറ്റെടുക്കാൻ, അത് ഏൽപ്പിച്ചു കൊടുക്കുമ്പോ കൂടെ നിൽക്കാൻ പറ്റുന്നവരുണ്ടാവണം. അതാണ് ഈ കാണുന്ന ആളുകൾ. അതുകൊണ്ട് പ്രിയപ്പെട്ട സുഹൃത്തുക്കളെ, ഇവിടെ ഇതൊക്കെ പറഞ്ഞു വരുമ്പോ വളരെ രസകരമായി തോന്നുന്നൊരു സംഭവമുണ്ട്. ഇപ്പൊ ഈ അടുത്ത് പ്രസിഡന്റായി തെരഞ്ഞെടുക്കപ്പെട്ട ജുനൈദ് സാദിന്റെ ഉസ്താദുണ്ട്, എം.എ. അബ്ദുൽ ഖാദർ മുസ്ലിയാർ. അദ്ദേഹത്തിന്റെ സ്മരണികയാണോ എന്താണെന്നറിയില്ല, ഒരു പുസ്തകം ഇഹിയ വായിച്ചു കൊടുത്ത ഉസ്താദാണത്രേ, ബാക്കി ഉസ്താദല്ല. അപ്പൊ അദ്ദേഹത്തിന്റെ പുസ്തകമാണിത്. ഈ പുസ്തകത്തിൽ വളരെ രസകരമായൊരു സംഭവം ഒരുപാടുണ്ട്. ഇവര് സാധാരണ പേരോട് പറയാറുണ്ട് ഭൂരിപക്ഷം ഉണ്ടായിട്ടും നമ്മളെ പുറത്താക്കിയെന്നാ പറയാ. ഭൂരിപക്ഷം അവർക്കുണ്ടായിരുന്നത്ര. ഇതിൽ പറയുന്നുണ്ട് കോറം തികയാൻ വേണ്ടി 10 ആളെ വേണ്ടു. ഇവരെ ഭാഷയിൽ 26 ആളുണ്ട്, കോറം തികയാൻ 10 ആള് മതി. കോറം തികഞ്ഞു കഴിഞ്ഞാൽ പിന്നെ ഭൂരിപക്ഷം അവിടെ ഉണ്ടാവുമല്ലോ ബാക്കി. യോഗ ഏതായാലും ഔദ്യോഗികമാണെന്ന് തെളിഞ്ഞല്ലോ. എന്നിട്ട് ഇതിൽ പറയാണ് ആര് ഇറങ്ങിപ്പോകുന്നവരുടെ കൂട്ടത്തിൽ ഇറങ്ങിപ്പോകുന്നു എന്നാണ് ഇതിൽ പറയുന്നത്. എന്തായാലും പുറത്തുനിന്ന് ഉറപ്പാണ്. ഇറങ്ങിപ്പോകുന്നായാലും പുറത്താക്കിയാലും രണ്ടു പുറത്ത് തന്നെയാണല്ലോ, അകത്താവൂലെന്ന് ഉറപ്പല്ലേ. നമ്മളെ ഭാഷയും അപ്പുറത്തെ ഭാഷയും പറഞ്ഞാലും ഇതിൽ പറയുന്നുണ്ട് ഇറങ്ങിപ്പോകുന്നവരുടെ കൂട്ടത്തിൽ ആരുടെ പേര്? CM ഉസ്താദ് ഇവരോട് വേറെ ഇറങ്ങിപ്പോകുന്ന ആളാണത്രേ. ഈ പുസ്തകത്തിലുള്ളതാണ്. ഈ പുസ്തകത്തിന്റെ 191 പേജിൽ, ഈ പുസ്തകത്തിന്റെ 191 പേജിൽ പച്ച പൊള്ളെഴുതി വച്ചിരിക്കുന്നു ഈ എം.എ. അബ്ദുൽ ഖാദർ മുസ്ലിയാർക്ക് വേണ്ടി. എം.എ. അബ്ദുൽ ഖാദർ മുസ്ലിയാരെ ഇത്തരം ജനങ്ങൾക്കറിയാവുന്ന ഈ സത്യം പോലും പച്ചപ്പൊള്ളായി നിങ്ങളെ നിർദ്ദേശപ്രകാരം എഴുതി വെച്ച ഈ പുസ്തകം മുന്നിലുണ്ടായിരിക്കുമ്പോ സമസ്തയെന്ന് പേര് പറയുന്ന സംഘടനയുടെ പ്രസിഡന്റായിരിക്കാൻ ധാർമ്മികമായി എന്ത് അവകാശം നിങ്ങൾക്കുള്ളത്? രാജിവെച്ചൂടെ ഉസ്താദെ? എനിക്ക് പറയാൻ അവകാശമുണ്ട്. മൂപ്പര് ഖാദിരിയ ത്വരീഖത്തിൽ മെമ്പറാന്നാ പറഞ്ഞത്. എന്നിട്ട് അവസാനം മൂപ്പരെ ശേഖന്മാരെ പേര് പറഞ്ഞു വന്നപ്പോ രാമന്തലി തങ്ങളാണ് അവസാനം മൂപ്പരെ ശേഖായി വരിക. അപ്പൊ ധൈര്യമായിട്ട് എനിക്ക് പറയാം മൂപ്പര് രാജിവെക്കാൻ വേണ്ടി. കാരണം രാമന്തലി തങ്ങന്മാരെ കുടുംബത്തിലെ ഒരു കുട്ടി പോലും എം.എ. അബ്ദുൽ ഖാദർ മുസ്ലിയാരുടെ ഈ നയനിലപാടുകൾ അംഗീകരിക്കുന്നില്ല എന്ന് ആധികാരികമായി പറയാൻ എനിക്ക് സാധിക്കും. സ്വന്തം ശേഖന്റെ മക്കളോടൊന്ന് വിളിച്ചു ചോദിച്ചു നോക്ക്. AP ആരാം? തങ്ങളെ മോനുണ്ട് ജീവിച്ചിരിക്കുന്ന തങ്ങളോട് ചോദിച്ചാൽ പറയും AP വിഭാഗത്ത് ചേർന്നൊരാൾക്ക് മുസ്ലിങ്ങളോടൊപ്പം ഒന്നിച്ചിരുന്ന് പ്രവർത്തിക്കാൻ തന്നെ സാധിക്കൂല. എന്നിട്ടല്ലേ ത്വരീഖത്തിൽ മെമ്പറായിട്ട് കൂടെ ഉണ്ടാവുക? ഈ നിലയിൽ പറയുകയും പ്രവർത്തിക്കുകയും ചെയ്യുന്ന, ഈ നിലയിൽ നമുക്ക് യോജിക്കാൻ പറ്റാത്ത ഒരു വിഭാഗമാണ് ഈ വിഭാഗമെന്ന് നാം ഓരോ ദിവസവും തിരിച്ചറിയാൻ. പിന്നെ ഇവര് പറഞ്ഞത് വലിയ പേടിപ്പിക്കലായിട്ട് ഇവിടെ പ്രസംഗിച്ചു പോയതാ, ഞങ്ങൾ 25ാം വാർഷികം ബാംഗ്ലൂരിൽ വെച്ച് കൊണ്ടാടാൻ പോവാണ്. നിങ്ങൾക്ക് അവിടെ പോകേണ്ടി വരും. കാരണം ഇവിടെ ഉള്ളവരാരും കാണൂലല്ലോ സമ്മേളനം എങ്ങനെ ഉണ്ട് എന്നുള്ളത്. എങ്ങനെ നടത്തിപ്പോരാലോ, ചെറിയൊരു ഓഡിറ്റോറിയത്തിനുള്ളിൽ നടത്തിയാൽ മതിയല്ലോ. പക്ഷേ സമസ്ത കേരള ജംഇയ്യത്തുൽ ഉലമയുടെ പ്രവർത്തകർ വിചാരിച്ചാൽ മംഗലാപുരത്ത് കർണാടക സംസ്ഥാന സുന്നി സമ്മേളനം നടത്താൻ ഈ മഴക്കാലം കഴിഞ്ഞാൽ കഴിയും സഹോദരന്മാരെ. അന്ന് ഇൻഷാ അല്ലാഹ് നമുക്ക് കാണാം. പ്രവർത്തകർ വിചാരിച്ചാൽ മതി. കേരളത്തിൽ നടക്കുന്നതിനേക്കാൾ വലിയ ജനസഞ്ചയത്തെ പങ്കെടുപ്പിച്ച് സമസ്ത എന്താണെന്ന് തെളിയിക്കാൻ ഇവിടെ കഴിയും. പിന്നെ ഇവിടെ സുന്നി പ്രവർത്തകര് സമസ്തയുടെ പ്രവർത്തകരുടെ വിശാല മനസ്കത കൊണ്ട് മാത്രമാണ് നിങ്ങൾ രക്ഷപ്പെട്ടു പോരുന്നത്. ഇവിടെ മഹല്ലുകളിൽ നിങ്ങൾ സമസ്തയുടെ മഹല്ലുകളിൽ കയറിയിട്ട് സക്കാഫിമാർ പേര് പറയാതെയും പറഞ്ഞും വന്നിട്ട് മഹല്ലുകളിൽ ഭിന്നത ഉണ്ടാക്കിയിട്ട് അവസാനാണ് നമ്മളെ പ്രവർത്തകര് ഇടപെടാറുള്ളത്. കാരണം എന്താ? അവര് സാധുക്കളായതുകൊണ്ട്, നിങ്ങളുടെ നിഷ്കളങ്കരായ പ്രവർത്തകരായതുകൊണ്ട് നിങ്ങളുടെ ഈ കാപട്യത്തെ അവരൊരു പക്ഷേ തലപ്പാവ് കണ്ടിട്ട് തിരിച്ചറിഞ്ഞിട്ടുണ്ടാവില്ല. പക്ഷെ തിരിച്ചറിഞ്ഞാൽ പിന്നെ നിങ്ങൾക്ക് അവിടെ നിൽക്കാനും പറ്റൂല. ഇപ്പൊ അതല്ലേ അവസ്ഥ. ദക്ഷിണ കന്നഡയിൽ ഇപ്പൊ നിങ്ങൾക്ക് സ്ഥാനമുണ്ടോ? ഓടല്ലേ. ഇപ്പൊ ഈ ഭാഗത്ത് ഞങ്ങൾ സാധുക്കളായ കുറച്ച് സമദ് സാഹിബിനെ പോലുള്ളവർ കേരളത്തിൽ സുന്നത്ത് ജമാഅത്തിന്റെ പ്രവർത്തകർക്ക് ആദർശത്തിന്റെ ഒരുക്കുകോട്ടകൾ നിർമ്മിച്ചു തന്നവരാണ്. അള്ളാഹു അവരുടെ പ്രഭാഷണങ്ങളിലും പ്രവർത്തനങ്ങളിലും ഉത്തരോത്തരം ഉന്നതിയും അവർക്ക് ഇൽമും ഹിക്മത്തും ഹിഫ്ളും അള്ളാഹു ഏറ്റി നൽകുമാറാവട്ടെ. അവരൊക്കെ അങ്ങനെ തന്നെ ചെയ്തിട്ടുണ്ട്. പക്ഷേ ഇന്ന് ഞങ്ങളൊരു അഭ്യർത്ഥന നടത്തുകയാണ്, സമദ് സാഹിബ് നിങ്ങളൊന്നും വേണ്ട, ഇവരെ കള്ളക്കളികൾ നന്നായി അവരെ സ്കൂളിൽ നിന്ന് പഠിച്ചവർ ഞങ്ങളാണ്, അതുകൊണ്ട് ഞങ്ങളൊന്നിനി ബാക്കിയൊന്ന് കൊടുക്കട്ടെ കുറച്ചു കാലത്തേക്ക്. ചെറിയ കുട്ടികൾ, ഞങ്ങൾ സാധാരണക്കാര്, ചില സാദിമാര് സക്കാഫിമാര്
അത് മതി, ഇവരെ നേരിടാൻ അത് മതി. അല്ലാതെ ആരെങ്കിലും ഈ മൂട്ടയെ കൊല്ലാൻ വേണ്ടി ഒലക്കെടുക്കാറില്ല ആരെങ്കിലും? അത്രേ ഉള്ളൂ സാധനങ്ങളെ, അത്രേ ഉള്ളൂ എന്ന് പറഞ്ഞപ്പോ ഞാൻ പറഞ്ഞില്ലേ, ഇപ്പൊ ഇന്ന് തെരഞ്ഞെടുത്ത ജോയിന്റ് സെക്രട്ടറി ആയി തെരഞ്ഞെടുത്ത പേരോടിനെയാണ്. അയാളോടൊരു ചോദ്യം, അയാളോട് ചോദിച്ചു, ഇത്രയും കാലം എന്താ പറഞ്ഞത്, മുടി കത്തിക്കാൻ പറ്റുമോ ഇല്ലയോ എന്നുള്ളതാണ്. നേരത്തെ ഇവിടെ ജുനൈസ് അത് വിശദീകരിച്ചു. മുടി കത്തിക്കാൻ പറ്റുമല്ലോ, ഷഹർ മുബാറക്ക് തന്നെ കത്തിക്കാൻ പറ്റുമല്ലോ എന്നുള്ളൊരു ചോദ്യം പേരോടിനോട് പുതിയ ചോദ്യം ചോദിച്ചു. അപ്പൊ പേരോടിനോടൊരു കുട്ടി ചോദിക്കാണ്, നസീമുർ റിയാൽ എന്നൊരു കിതാബിൽ ഒരു മുടി ഷഹർ മുബാറക്ക് തന്നെ കത്തിച്ചതായി കാണുന്നുണ്ടല്ലോ ഉസ്താദെ, എന്ത് പറയാനുണ്ട് എന്ന് ചോദിച്ചപ്പോ പേരോടിന്റെ മറുപടി പുതിയതാണ്. ഞാൻ പറഞ്ഞില്ലേ, ഈ കഴിഞ്ഞ ആഴ്ച ഇറങ്ങിയ പ്രസംഗമാണ്. അതിൽ പേരോട് പറയാണ്, അള്ളാഹുവിന്റെ ഔലിയാക്കൾക്ക് ഇൽഹാം ഉണ്ടാവാറുണ്ട്. ആ ഇൽഹാമു മുഖേന ഒരു മഹാനുണ്ടായ ഇൽഹാമു കാരണമാണ് കത്തിച്ചത് എന്ന് പേരോട് അബ്ദുറഹ്മാൻ സഖാഫി പറയുന്നു. എന്നിട്ട് പറയാണ്, മൂസാ നബിയെ നൈൽ നദിയിലേക്ക് വലിച്ചെറിഞ്ഞില്ലേ പെട്ടിയിലാക്കിയിട്ട്, അതുപോലെ ഉള്ളൊരു ഇൽഹാമ്. അപ്പൊ നല്ല തവക്കുലുള്ള ഇൽഹാമ്. ഞാൻ ചോദിക്കട്ടെ പേരോട് അബ്ദുറഹ്മാൻ സഖാഫി, നിങ്ങള് മുഷാവറ മെമ്പർ, ഇൽഹാമായി ലഭിക്കുന്ന കാര്യം ഹറാമോ അല്ലെങ്കിൽ ഈമാനിന് നിരക്കാത്തതോ ഈമാൻ പോകുന്നത് കാര്യം ഇൽഹാമായിട്ട് കിട്ടുമോ? മറുപടി പറയാം. നിങ്ങള് ഔലിയാക്കൾക്ക് ഇൽഹാമായി കിട്ടുന്ന സംഭവം ഇൽഹാമായിട്ട് കിട്ടിയെന്നല്ലേ കത്തിക്കാൻ പറ്റും? നിങ്ങളെന്താ ഇതുവരെ പറഞ്ഞത്? മുടി കത്തിക്കാൻ അങ്ങനെ ഒരു പരീക്ഷണം നടത്താൻ ശ്രമിച്ചാൽ അവൻ ഈമാനില്ലാത്തവനാണ്, അവർ ഈമാൻ നഷ്ടപ്പെടുന്ന പണിയാണതെന്ന് പറഞ്ഞവരോട് ചോദിക്കുന്നു. ഇങ്ങനെ കത്തിച്ചാൽ ഇൽഹാം വഴി കത്തിക്കാൻ നിർദ്ദേശം ലഭിക്കുമെന്ന് പറയുന്നവർ ചിന്തിക്കേണ്ടതാണ്, ജനങ്ങളോട് മറുപടി പറയേണ്ടതാണ് ഇതിന്. എന്നിട്ട് കുട്ടി വിട്ടില്ല, പിന്നെയും പേരോടിനോട് ചോദിച്ചു, അല്ല ഉസ്താദെ, ഔറംഗസീബ് രാജാവ് പണ്ടിതേ ചോദ്യം പേരോടിനോട് ചോദിച്ചപ്പോ അതേ പേരോട് പറഞ്ഞത് രാജാക്കന്മാർ ചെയ്തതൊന്നും ഇസ്ലാമിൽ തെളിവല്ലാന്നാ. ഇപ്പൊ എന്താ പേരോട് മറുപടി പറഞ്ഞെന്നറിയോ? ഔറംഗസീബ് രാജാവും ഇൽഹാമുള്ള വലിയാണെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്, അതുകൊണ്ട് അദ്ദേഹത്തിനും ഇൽഹാമു മുഖേന കിട്ടിയതാണ്. എന്നാൽ ഞാൻ പറയട്ടെ, അങ്ങനെ തന്നെ നിങ്ങൾ പറയേണ്ടത് ശരിയായ ഉത്തരവ് തന്നെയാണ്. എന്താ കാരണം? എനിക്ക് പറയാൻ കൃത്യമായിട്ട് അത് കഴിയും. കാരണം ഞാൻ അപ്പുറത്തെ സമസ്ത എന്ന് പറഞ്ഞവരെ കൂട്ടത്തിലുണ്ടായിട്ടുണ്ട്, ഇപ്പുറത്തെ യഥാർത്ഥ സമസ്തയിലും വന്നിട്ട് ഇപ്പൊ അള്ളാന്റെ തൗഫീഖ് കൊണ്ട് 4-5 മാസമായി. അപ്പൊ ഇൽഹാമുള്ളവർ എവിടെയെങ്കിലും ഉണ്ടെങ്കിൽ ചെയ്യാൻ പറ്റുമെന്ന് വ്യക്തമായില്ലേ? അവിടെ ഇൽഹാമല്ല ഉള്ളത്, റിയൽ എസ്റ്റേറ്റിന്റെ ഇൽഹാമുകളാണ് അവിടെ വരാറുള്ളത്. അവിടെയുള്ളവർക്ക് അത് ബോധ്യപ്പെടില്ല. അവർ കരുതുക ഒരു പക്ഷേ ഇൽഹാമുള്ള ഔലിയാക്കൾ ജീവിച്ചിരിക്കുന്നില്ല എന്നാണ് അവർക്ക് തോന്നാൻ സാധ്യതയുള്ളത്. കാരണം അവിടുത്തെ ഏറ്റവും വലിയ ആൾ എന്റെ പഴയ സുഹൃത്ത് എ പി അബൂബക്കർ ഉസ്താദാ. സുഹൃത്ത് തന്നെയാണ്, മൂപ്പര് എന്റെ സുഹൃത്തും കൂടിയായിരുന്നു. പക്ഷെ ഇപ്പുറത്തേക്ക് വന്നപ്പോ കോയക്കുട്ടി ഉസ്താദിനെ പോലെ സൈനുൽ ഉലമയെ പോലെ 100 കണക്കിന് പണ്ഡിതന്മാർ, ഇൽഹാമുണ്ടെന്ന് പറയാൻ പറ്റുന്ന സൂഫിവര്യന്മാർ അടക്കമുള്ള സമസ്ത കേരള ജമിയത്തുൽ ഉലമയുടെ ഇവിടെ ആ മർക്കസിലെ മുടി ഇങ്ങോട്ടേക്കൊന്ന് ഏൽപ്പിച്ചേക്ക്. ഇൽഹാമുള്ളവർ കത്തിച്ചോളൂ. കച്ചവടം മുട്ടും എന്ന ഭയം ഉണ്ടെങ്കിൽ ഏൽപ്പിക്കണ്ട. കത്തിപ്പോയാൽ പിന്നെ ഒന്നും ചെയ്യാൻ പറ്റൂല. നേരത്തെ പറഞ്ഞതുപോലെ വേറെ മുടി പകരം കൊണ്ടുവരാൻ കഴിയില്ല. പേരോട് പറഞ്ഞതാണ് ഇതൊക്കെ. എന്നിട്ട് ഇവിടെ പ്രസംഗിക്കുകയാണ്, ഇവിടെയുള്ള ആൾ പ്രസംഗിച്ചു, ഞങ്ങൾ SSF എന്ന് പറഞ്ഞാൽ താജുൽ ഉലമയുടെയും ഖമറുൽ ഉലമയുടെയും. എന്താ ഈ ഖമർ? ഞാൻ പറഞ്ഞില്ലേ, പുതിയ ശാസ്ത്രീയ പഠനം പോലും തെളിയിക്കുന്നത് ചന്ദ്രന് 20ഓളം ദുർഗുണങ്ങളുണ്ടെന്നാണ്. അതിൽ ഒന്നാമത്തത് എന്താ? അതിന്റെ വൈകല്യം തന്നെ. ശാസ്ത്ര പഠനമാണ്. ഞാൻ എന്റെ പറയല്ല, ഖമറുൽ ഉലമാന്ന് ഞാൻ പറഞ്ഞതല്ല, ഞാനല്ലല്ലോ ആ പേരിട്ടത്. ശംസുൽ ഉലമ എന്ന് പേരിടുന്നത് കണ്ടിട്ട് അതിന്റെ പ്രകാശത്തെ മാത്രം ആശ്രയിച്ചു വരുന്ന ഒരു ഗോളത്തിന്റെ പേരിട്ടിട്ട് കാന്തപുരത്തിന് അർഹമായ സ്ഥാനം നൽകിയത് നിങ്ങൾ തന്നെയാണ്. അനർഹത കൊടുത്തത് ഞങ്ങൾക്ക് അഭിപ്രായമൊന്നുമില്ല. അത് രാത്രി തന്നെ ഉണ്ടാവുക, മാസത്തിൽ കുറെ ദിവസം ലീവായിരിക്കും. ശാസ്ത്രം പറഞ്ഞതുപോലെ 20ഓളം ദുർഗുണങ്ങളോ അതിലുണ്ടാവും. ഇയാളെ പിന്നിൽ ഉറച്ചു നിന്നിട്ട് പറയാണ്, പാണക്കാട്ടെ തങ്ങന്മാരൊക്കെ സൂചിപ്പിച്ചിട്ടാണ് ഇയാൾ ഇവിടുന്ന് പ്രസംഗിച്ചത്, നിങ്ങൾ ഈ കൂടാരം വിട്ടുവന്ന് ഞങ്ങൾ കൂടെ കൂടണമെന്ന് പറഞ്ഞിട്ട് അവസാനം പറയാണ്. കോഴിക്കോട് കാസർഗോഡ് നടന്ന സമ്മേളനത്തിൽ സമദ് സാഹിബിന്റെ പ്രഭാഷണമാണ് അയാൾക്ക് കാര്യമായിട്ട് പറയാനുള്ളത്. എന്താ? മദ്രസകളിൽ നിന്ന് മഹല്ലുകളിൽ നിന്ന് ഇവരെ പുറത്താക്കണമെന്ന സമദ് സാഹിബ് പറഞ്ഞത്. അത് ആരാന്ന് കൃത്യമായി പറഞ്ഞു കൊണ്ടുവന്നിട്ട് AP വിഭാഗമാണെന്ന് ബോധ്യപ്പെടുത്തിയിട്ടാണ് പറഞ്ഞത്. എന്നിട്ട് ഇയാൾ പറയാണ് സമദ് സാഹിബിന്റെ പ്രസംഗത്തെ ദുർവ്യാഖ്യാനം ചെയ്തിട്ട് സുന്നികളെ മദ്രസയിൽ നിന്ന് പുറത്താക്കണം, പള്ളിയിൽ നിന്ന് പുറത്താക്കണം എന്ന് പറഞ്ഞു. ആരെങ്ങളെ സുന്നി എന്ന് വിളിച്ചത്?
സുന്നികളെ പുറത്താക്കണമെന്ന് പറഞ്ഞിട്ടില്ല. കാന്തപുരം വിഭാഗത്തിന് വേണ്ടി പണിയെടുത്തിട്ട് മഹല്ലുകളെ ഭിന്നിപ്പിക്കുന്നവരെ പുറത്താക്കണമെന്ന് പറഞ്ഞു. എന്നിട്ടൊരു വെല്ലുവിളിയും. ഇവിടുന്ന് അത് ആവർത്തിക്കാൻ തയ്യാറുണ്ടോ? ഇവിടുന്ന് ആവർത്തിക്കാനല്ല, കാസർഗോഡ് എന്ന് പറഞ്ഞത് മലയാളം തിരിയുന്ന, മലയാളം കേൾക്കുന്ന, അല്ലെങ്കിൽ സമസ്ത കേരള ജംഇയ്യത്തുൽ ഉലമയുടെ പ്രവർത്തനത്തെ അംഗീകരിക്കുന്ന മഹല്ലുകൾ ഏതൊക്കെയുണ്ടോ അത് ഇന്ത്യയിലായാലും കാശ്മീരിൽ, ഇന്ത്യക്ക് പുറത്തായാലും കേരളത്തിലായാലും കേരളത്തിന് പുറത്തായാലും എവിടെയായാലും അമേരിക്കയിലായാലും അവിടേക്കുള്ളവരോട് തന്നെ പറഞ്ഞത്. എന്നാൽ കേട്ടോളൂ, ഞങ്ങളിതാ ആവർത്തിക്കുന്നു. സമുദായത്തെ ഭിന്നിപ്പിക്കാൻ വന്നവർ, പാണക്കാട്ടെ പ്രിയപ്പെട്ട സയ്യിദ് ഹൈദർ അലി ശിഹാബ് തങ്ങളെ അംഗീകരിക്കാത്തവർ, ഏത് മഹല്ലിൽ നേതൃത്വം നൽകുന്നുണ്ടെങ്കിലും നാണമില്ലാത്തവർ രാജിവെച്ച് പുറത്തു പോകണമെന്നാണ് ഞങ്ങൾക്ക് പറയാനുള്ളത്. സമസ്തയുടെ പണ്ഡിതന്മാരും അതിന്റെ പ്രവർത്തകരും നിങ്ങളുടെ ഭാഷയിൽ ഇവിടെ എന്താ പ്രസംഗിച്ചത്? മൂരി എന്നല്ല നിങ്ങൾ പറഞ്ഞത്. ഈ മൂരികളുടെ ചെലവും പറ്റി ജീവിക്കാൻ നിങ്ങൾ കാളകളാണോ എന്ന് ചോദിക്കേണ്ടവരാണ് ഞങ്ങളിപ്പോ. വൃത്തികേടല്ലേ പറഞ്ഞത്? സമസ്തന്റെ ഞാൻ തന്നെ ചിന്തിക്കാറുണ്ട്, പണ്ടും നമ്മൾ ആളുകളോട് ചോദിക്കാറുണ്ട്, നമ്മൾ ഇവരെ അംഗീകരിക്കുന്നില്ല എന്ന് പറയാനിട്ട് അവരെ ശമ്പളവും വാങ്ങി ജീവിക്കുക, ഇതിലും നല്ലത് വേറെ കള്ളു ഷോപ്പിൽ ഇങ്ങനെ പോയി ജോലി ചെയ്തോട് ചങ്ങായിമാര്. രണ്ടു കണക്കന്നില്ലേ? ഇത്ര മോശമായിട്ട് എന്നിട്ട് പറയാണ് എന്ത്? സക്കരിയ സ്വലാഹി വന്നിട്ട് പറഞ്ഞത്രേ ഒടച്ച മൂരികളെന്ന് സമസ്ത നമ്മളെ കുറിച്ച് പറഞ്ഞു. സക്കരിയ സ്വലാഹിയാണ് നിങ്ങളെ മാതൃകയായി കാണുന്നത്? അതിനേക്കാളും നല്ലത് നിങ്ങൾക്ക് ഇബ്നു അബ്ദുൽ വഹാബിനെ എടുത്തുകൂടായിരുന്നോ? ഏപ്പിന്റെ പേരിന്റെ മുന്നിൽ കൂട്ടിയതുപോലെ ഷെയ്ഖ് ബിൻ അബ്ദുൽ വഹാബ്, ഷെയ്ഖ് അബൂബക്കറിനെ പോലെ അയാൾ നിങ്ങൾക്ക് മാതൃകയായിക്കൂടായിരുന്നോ? സക്കരിയ സ്വലാഹി സൗദി അറേബ്യയുടെ ഭരണം ഞങ്ങൾക്ക് ലഭിച്ചാൽ 2-ാം ദിവസം റൗള പൊളിക്കുമെന്ന് പറഞ്ഞ വ്യക്തിയാ. അയാളാണ് നിങ്ങൾക്ക് മാതൃക. നിങ്ങളെ പിന്നെ ആരാ സുന്നി എന്ന് വിളിക്കുക ഇങ്ങനെ പറയുന്നവരെ? ഇതൊക്കെ പറഞ്ഞിട്ട് ജനങ്ങൾക്കിടയിൽ, മുസ്ലിങ്ങൾക്കിടയിൽ ഭിന്നതയുണ്ടാക്കാൻ വീണ്ടും കടന്നു വന്നാൽ സമൂഹം നിങ്ങൾക്ക് മാപ്പ് തരില്ലെന്ന് മാത്രമല്ല, നിങ്ങളുടെ പ്രവർത്തകരെ പോലും സമസ്തയുടെ മഹല്ലുകളിൽ പ്രവർത്തന സ്വാതന്ത്ര്യം നിയമപരമായി തടയുന്ന അവസ്ഥയിലേക്ക് എത്തിപ്പെടുമെന്നുള്ള ഓർമ്മ നിങ്ങൾക്ക് വേണം. മൗലവിമാർക്ക് മാത്രം ആയിരിക്കില്ല അത്. കാരണം സമസ്തയുടെ സമ്പത്ത് കൊള്ളയടിച്ചിട്ട് അത് കാരന്തൂരിലെ മർക്കസിൽ കൊണ്ടുകൊടുക്കുന്ന അവസ്ഥ തന്നെയുള്ളത് പല സ്ഥലത്തും. മഹല്ലുകളിൽ പിരിവ് നടത്തിയിട്ട് മർക്കസിന് കൊണ്ടുകൊടുക്കുക. എന്നിട്ട് പറയാണ് ഞങ്ങൾ 25-ാം വാർഷികത്തിന്റെ ഭാഗമായിട്ട് കർണാടകയിൽ അവരുടെ 25-ാം വാർഷികമാണ്. കേരളത്തിലുള്ളതിന്റെ അതേ വർഷമല്ല ഇവിടെ ഉള്ളത്. പൊതുവെ അങ്ങനെ തന്നെയാണ്. 40-ാം വാർഷികം ആഘോഷിച്ച SSFന് ഇവിടെ എത്തിയപ്പോ 25-ാം വാർഷികമാണ്. അങ്ങനെ തന്നെയാണ്. ഈ 25-ാം വാർഷികത്തോടനുബന്ധിച്ച് ഇവർ 25,000 ചെറുപ്പക്കാരെ വളർത്തിക്കൊണ്ടുവരുന്നുണ്ട്. ഇത്ര എന്തിനാ? വലിയൊരു കാര്യമാണ്. 25,000 എന്നല്ല, 2 ലക്ഷമൊക്കെ കഴിഞ്ഞിട്ടുണ്ടാവും. സമസ്തയുടെ കുട്ടികൾ കല്യാണം കഴിച്ചത്. ഞാനും അങ്ങനെ തന്നെ കഴിച്ചത്. അത് നിങ്ങളെ കൂട്ടത്തിലായതുകൊണ്ടൊന്നല്ല, അത് സാധാരണ കേരളത്തിലെ ചിന്തിക്കുന്ന അല്ലെങ്കിൽ ലോകത്ത് ചിന്തിക്കുന്ന മനുഷ്യന്മാരൊക്കെ പലപ്പോഴും അങ്ങനെ തന്നെ ചെയ്യാറുള്ളത്. അത് നിങ്ങളെ സംഘടനയുടെ പ്രത്യേകത ഒന്നല്ല. പിന്നെ നിങ്ങളെ പ്രത്യേകത ഉണ്ടാവാറുണ്ട്. ഔട്ട് ഓഫ് കേരളയിൽ പോയിട്ട് ഓരോ കല്യാണങ്ങൾ കഴിക്കുന്ന പ്രധാനപ്പെട്ട നേതാക്കളെ മക്കളെ കാണിച്ചു തരാൻ പറ്റും. എന്തിനാണ് ആവശ്യമില്ലാതെ എരന്ന് വാങ്ങുന്നത് മക്കളെ? എന്നിട്ട് ഇവിടുന്ന് പ്രസംഗത്തിൽ ധീരധീരായിട്ടുള്ള വെല്ലുവിളി എന്താ? നിങ്ങൾ തയ്യാറുണ്ടോ? ആദർശം പറയാൻ തയ്യാറുണ്ടോ? ഞങ്ങൾ പറയുന്നത്ര ആദർശം ആരാ പറയാറുള്ളത്? ഈ സമസ്ത പറയുന്നത്ര ആരാ പറയാറുള്ളത്? ആദർശം പറഞ്ഞാൽ മാത്രം പോരാ, പ്രവർത്തിക്കാനും കഴിയണം. ഞാൻ എന്താ അനുഭവം കൊണ്ട് പറയാണ്. ഞാൻ നിങ്ങളെ സംവാദത്തിൽ 10 മധ്യസ്ഥനായിരുന്നു. ശരി തന്നെ, മുജാഹിദിനോട് നമ്മൾ പറയാറുണ്ട് സുന്നി ഇങ്ങനെ അങ്ങനെയാന്നൊക്കെ പറയാറുണ്ട്. അത് റോഡ് സൈഡിൽ കച്ചവടം നടത്തുന്നവരും അങ്ങനെ പലതും പറയും. അവർക്ക് അതുമായിട്ടൊരു ബന്ധം ഉണ്ടാവില്ല. അത് മുതലക്കുളത്ത് പോയല്ല. മുതലക്കുളത്ത് പോയാൽ നമ്മൾ നാളെ പരിപാടി ഉണ്ടല്ലോ മുതലക്കുളത്ത്. ഇൻഷാ അല്ലാഹ് നിങ്ങൾ എല്ലാവരും ക്ഷണിക്കുന്നു. മുതലക്കുളത്ത് എന്നാൽ എന്താ ഉണ്ടാവുക? നമ്മളിങ്ങനെ പോകുമ്പോൾ കർണാടകയിലൊക്കെ പോവല്ലേ, മുതലക്കുളത്ത് പോയാൽ ഒന്ന് മുതലുണ്ടാവണം, കുളം ഉണ്ടാവും. ഇതൊക്കെ കരുതി പോയാൽ അവിടെ മുതലേ ഉണ്ടാവില്ല, കുളം ഉണ്ടാവില്ല. അതുപോലെ AP വിഭാഗം ആദർശ പ്രസംഗം നടത്തും, ഗണ്ണനങ്ങൾ നടത്തും, സംവാദം നടത്തും. 10 സംവാദത്തിലെ മധ്യസ്ഥനായ ആളെ ഞാൻ. ഒരൊറ്റ സംവാദം കഴിഞ്ഞ് അന്ന് രാത്രിയോ തലേന്നോ ഒരു കുത്തുബിയത്ത് അതിന്റെ പേരിൽ നടത്തുന്നത് ഞാൻ കണ്ടിട്ടില്ല. ഒരു മൗലൂദ് പോലും നടത്തുന്നുണ്ടില്ല. സുന്നി പ്രസംഗിക്കാൻ എന്തെളുപ്പം, അത് എഴുതി പഠിച്ച മേറ്റർ പ്രസംഗിച്ചൂടെ? ഇവിടെ അതല്ല. ഇതിന് നേതൃത്വം നൽകുന്ന കേരളത്തിലെ ഏറ്റവും വലിയ ആത്മീയാചാര്യനായ ഹൈദർ അലി ശിഹാബ് തങ്ങൾ 7 or 8 ആയിരം മഹല്ലുകളിൽ ഇന്ന് മജ്ലിസുന്നൂറുണ്ട്. അതാ സുന്നി. ആ സുന്നി നടപ്പിലാക്കുകയാണ് ഓരോ മഹല്ലിലും. അവിടെയുള്ള ജനങ്ങളിരുന്ന്, ആ മഹല്ലിലെ ജനങ്ങളിരുന്ന് ചൊല്ലുകയാണ്. അതുപോലെ മഹല്ലുകൾ നമുക്കല്ലേ ഉള്ളത്.
ഇവർക്ക് കാളിയായിട്ട് ഇപ്പോ കാന്തപുരത്തിന്റെ ചിത്താരി കാളിയായിട്ടുണ്ട് എത്ര കണ്ണൂർ ജില്ലയിൽ. നിങ്ങൾ എത്ര മഹലിന്റെ കാളിയാ? 150 എന്നാ പറഞ്ഞത്. പച്ചക്കള്ള കണ്ണൂർ ജില്ലയിൽ. അത് എന്നാ 150 പേര് നിങ്ങൾ പറയോ? മദ്രസ ഇവർക്ക് ഇങ്ങനെ ചേർത്താറുണ്ട്, ഇങ്ങനെ ചേർത്ത് തന്നെ. പക്ഷെ സ്ഥലത്തിന്റെ പേരോ കൃത്യമായി എത്ര ആയിപ്പോ എന്നുള്ളതോ പറയില്ല. പണ്ടേ 25,000 ഇപ്പോ അത് കുറഞ്ഞിട്ടുണ്ട്. 5 മദ്രസ കണ്ണൂർ ജില്ലയിൽ ഇവർക്കുള്ളത്. എന്നിട്ട് ആ ടീമാണ് പറയുന്നത് ഞങ്ങൾക്ക് 25,000 മദ്രസ ഉണ്ട്. അത് കണക്കൂട്ടിയാ കിട്ടണമെങ്കിൽ റമളാൻ വരാൻ പോവാണ്. ലൈലത്തുൽ ഖദറിന്റെ അന്ന് രാത്രി ഇരുന്ന് കണക്കൂട്ടേണ്ടി വരും. എന്നാലും ഇവരെ മദ്രസന്റെ കണക്ക് 25,000 കിട്ടുള്ളൂ. ഈ പറഞ്ഞ വിഭാഗം ഇവർ മുസ്ലിം സമുദായത്തിന്റെ നേതൃത്വത്തിൽ മഹല്ലുകളിൽ വന്നാൽ ആ മഹല്ലിന്റെ ദുരന്തം കണ്ടറിയേണ്ടി വരും. പണ്ട് ബ്രിട്ടീഷുകാർ ഇന്ത്യ ഭരിക്കാൻ വന്നതുപോലെ ഇവിടെയുള്ളൊക്കെ കട്ടുമുടിച്ചിട്ട് ബ്രിട്ടനിലേക്ക് കൊണ്ടുപോയതുപോലെ ഓരോ മഹല്ലിലുമുള്ള വിഭവങ്ങൾ കാരന്തൂരിൽ കൊണ്ടുപോയി കാന്തപുരത്തേക്ക് അത് കടത്തിക്കൊണ്ടുപോകും. അത്രത്തോളം ഉള്ളൊരവസ്ഥയിലേക്ക് ഉള്ളത്. അപ്പൊ അതുകൊണ്ട് ഇങ്ങനെ ഓരോന്ന് പറഞ്ഞുകൊണ്ട് വന്നിട്ട് അവസാനം മഹത്വത്തോടെ മൂപ്പര് പറഞ്ഞു, കണ്ടില്ലേ ഉസ്താദിന്റെ മഹത്വം കണ്ടില്ലേ? ഹസ്രജി ഇപ്പോൾ ഒരു പാനപാത്രം കൊണ്ടുവന്നിട്ട് ഉസ്താദിന് കൊടുത്തു, ഇനിയും എന്തൊക്കെ വരാൻ പോകുന്നു. കൊടുത്തത് മാത്രമല്ല തിരിച്ചു പറഞ്ഞേക്കും ചെയ്തു. അതിനെ കൊടുത്തപ്പോ തന്നെ വേറെ ആരോ ബാക്കിൽ നിന്ന് കുറെ ആളുകൾ എനിക്ക് മറുപടിയായിട്ട് വഹാബ് സക്കാഫി കൊടിയത്തൂർ പ്രസംഗിച്ചു. അവിടെ കൊടിയത്തൂർ ഞാൻ പ്രസംഗിക്കാൻ പോയപ്പോ ഞാൻ അവിടുത്തെ ഒരു കാര്യം പറഞ്ഞിരുന്നു. എന്റെ അനുഭവം കൊണ്ട് പറഞ്ഞാണ്. ഇവരുടെ ഈ പാനപാത്ര കൈമാറ്റ സമ്മേളനത്തിന്റെ ഫോട്ടോ പത്രത്തിൽ വന്നിരുന്നു. അതിങ്ങനെ ഹദ്രജി കാണിച്ചു കൊടുക്കുക, നോക്കിക്കോളൂന്നുണ്ട് ജനങ്ങൾക്ക്. കാന്തപുരടക്കം എല്ലാവരും അത് നോക്കുക, അനുയായികൾ സദസ്സൊന്നും നോക്കുക. 2 ആള് ബോഡി ഗാർഡുകൾ പോലെ ബാക്കിൽ നിന്നിട്ട് ഇങ്ങനെ നോക്കുകയാണ്. ആരെ? ഈ പാത്രത്തിലേക്കല്ല. ഇത് തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം കുടിച്ച പാത്രമാണെങ്കിൽ അവിടേക്ക് നോക്കൂലേ, നമ്മൾ വേറെ എവിടേക്കും നോക്കുവോ? ആ സമയത്ത് 2 സംസ്ഥാന നേതാക്കൾ സദസ്സാ നോക്കുന്നത്. സദസ്സിനോട് ആ നോട്ടത്തിലൊരു ചോദ്യമുണ്ട്, അല്ല പൊട്ടന്മാരെ നിങ്ങൾക്ക് ഇപ്പോഴും നേരം വെളുത്തിട്ടില്ലേന്നാ. ആരാ? ഒരാള് സംസ്ഥാന നേതാവ് അലി അബ്ദുള്ള, മറ്റൊന്ന് സംസ്ഥാന സെക്രട്ടറി പറവൂർ മുഹമ്മദ് സാഹിബ്. ഇവരെ നാട്ടിൽ പോയിട്ട് ഞാൻ ചോദിച്ചു, അല്ല മനുഷ്യന്മാരെ നിങ്ങൾക്ക് അത് തിരിഞ്ഞിട്ടില്ലേ? പിന്നെ എന്തിനാ നിങ്ങളിത് ജനങ്ങളോട് പറയാതെ മാറി നിൽക്കുന്നത് എന്തിനാന്ന് ചോദിച്ചു. ഈ പാത്രത്തെ പറ്റിയാ പറയുന്നത്. ആ പാത്രം ഹസ്രജിയുടെ കയ്യിലെത്തുന്നതിന്റെ തൊട്ട് മുമ്പുണ്ടായത് ആരുടെ കയ്യിലാ? ചെച്ചിനിയിലെ റമദാൻ കദ്റോവിന്റെ കയ്യിലാണ്. ഞാൻ അയാളെക്കുറിച്ചൊന്നും കൂടുതൽ പറയുന്നില്ല, നമ്മളൊക്കെ കേട്ടതാണ്. റമദാൻ കദ്റോവിന് ഒരു പ്രത്യേകതയുണ്ട്. എന്താ? അയാളുടെ പിതാവിന്റെ പേര് ഇസ്രയേലിലുള്ള ഒരു നഗരത്തിലെ ഒരു റോഡിന് ഇസ്രയേൽ നൽകിയിട്ടുണ്ട്. എന്തു പറയാനുണ്ട്? ഇങ്ങനെ ഇന്റർ കണക്റ്റഡ് ആയിട്ടുള്ള ഇസ്ലാം വിരുദ്ധ ശക്തികളുടെ ശക്തമായ പിന്തുണയാണ് നിങ്ങൾ ചില്ലുകൂടാരത്തിനുള്ളിൽ അടച്ചിട്ട് നേതാവെന്ന് പറയുന്ന നിങ്ങൾ കലാപരത കൊണ്ട് കേരളത്തിൽ പലതും പറഞ്ഞുണ്ടാക്കി പ്രചരിപ്പിക്കുന്ന കാന്തപുരത്തിനുള്ളതെന്ന് ഇന്ന് തെളിഞ്ഞു വരികയാണ്. മർക്കസിൽ കാന്തപുരത്തെ കാണാൻ വേണ്ടി ഒരാൾ വന്നു. എന്നിട്ട് അതിന്റെ ഫോട്ടോ മർക്കസ് തന്നെ ഞാൻ കണ്ടിട്ടുണ്ട്. പിന്നീട് അത് സിറാജിലൊന്നും ഉണ്ടായിട്ടില്ല, മനോരമയിൽ മാത്രം വന്നു. വന്ന ആളെ പേരെന്താ? ഇസ്രയേൽ വംശജനായ മാത്യു ബേ. അയാളും കാന്തപുരത്തിന്റെ വിശ്വസ്തരായ 7 ആളുകൾ മാത്രം അയാളായിട്ട് ചർച്ചയ്ക്കിരുന്നു. എന്നിട്ട് കാന്തപുരത്തിന്റെ ആളുകളോട് അന്ന് ഞാൻ അപ്പുറത്തുള്ള സമയം തന്നെ ഞാൻ ചോദിച്ചു, എന്തായിരുന്നു ചർച്ച? ഇതറിഞ്ഞപ്പോ ചോദിച്ചാണ്. അപ്പൊ മറുപടി പറഞ്ഞു, ഇൻഡോ അമേരിക്കൻ ബന്ധം ശക്താക്കാനാണ് അത്ര ആ ചർച്ച നടത്തിയത്. അടുത്തവരത്തെ ഇന്ത്യയുടെ മന്ത്രിയായി തെരഞ്ഞെടുത്തത് ആണോ ഇല്ലെങ്കിൽ ഇത് പറയാൻ വേണ്ടി? ഇങ്ങനെ ഇസ്ലാം വിരുദ്ധരുമായി കൈകോർക്കുന്നതിന്റെ തെളിവുകൾ ഒരുപാട് നമ്മുടെ മുന്നിലുണ്ട്. മോഡിയിൽ നിന്ന് വാങ്ങിക്കൊണ്ടുവന്ന കോടികൾ എന്തിനു വേണ്ടി, ആരിൽ നിന്നാണ് നിങ്ങൾ കൊണ്ടുവന്നത്? പാവപ്പെട്ട മുസ്ലിം കസ്റ്റഡിയത് കിട്ടിയ 5 കോടി ഉപയോഗിച്ച് കാന്തപുരം ഇന്ന് ഈ സമൂഹത്തിന്റെ ചോദ്യചിഹ്നമായി മാറാണ് സമൂഹത്തിന് മുന്നിൽ. ഇയാൾ എവിടേക്കാണ്? തങ്ങന്മാരെ, പ്രിയപ്പെട്ട തങ്ങന്മാരെ, ഹബീബ്
ഹബീബിനെ കച്ചവടം ചെയ്യുന്ന ഈ വിഭാഗത്തിനെതിരെ ചെറുവിരൽ അനക്കാൻ നിങ്ങൾക്ക് കഴിയാതെ പോയാൽ നിങ്ങൾ ഈ സമുദായത്തിന്റെ മുന്നിൽ മറുപടി പറയേണ്ട പണ്ഡിതരും നേതാക്കളുമാണെന്ന് പറഞ്ഞു നിൽക്കുന്ന നിങ്ങളോട് എനിക്ക് പറയാനുള്ളത്, ഹബീബിന്റെ തിരുസവിധത്തിൽ ഹൗലുൽ കൗസറിന്റെ സമീപത്ത് നാളെ നിങ്ങളെത്തുമ്പോ ഹബീബിന്റെ കൂടെയുള്ള സഹാബത്ത് നിങ്ങളെ പിടിച്ചു നിർത്തും. എന്നിട്ട് ചോദിക്കും, ഞങ്ങളെ പ്രിയപ്പെട്ട ഹബീബിനെ വെച്ച് കച്ചവടം ചെയ്ത് വികൃതമായ രൂപങ്ങൾ വരച്ചു കാണിച്ചിട്ട് ഈ നിലയിലേക്ക് കൊണ്ടുപോയ കാന്തപുരത്തിന് പിന്തുണച്ചവനല്ലടോ നീ എന്ന് ചോദിക്കുമ്പോ മറുപടി പറയാനുണ്ടാവില്ല. പൊന്മൾ അബ്ദുൽ ഖാദർ മുസ്ലിയാരെ, മറുപടി പറയാൻ കൂടെ വരില്ല കാന്തപുരം എന്നോർക്കണം. പേരോട് അബ്ദുറഹ്മാൻ സഖാഫിയെ, മറുപടി പറയാൻ നിങ്ങളുടെ കൂട്ടത്തിലുള്ള സയ്യിദുമാരോടാണ് എനിക്ക് പറയാനുള്ളത്. കാന്തപുരം കൂടെ ഉണ്ടാവില്ല എന്നോർക്കണം. ഈ മനുഷ്യൻ പച്ചക്കള്ളം മാത്രം പറയുന്ന ആളാണെന്ന് കേരളം കണ്ടതാണ്, നിങ്ങൾ പഠിച്ചതാണ്, നിങ്ങൾ വായിച്ചതാണ്. എന്നിട്ട് ഇവിടുന്ന് പ്രസംഗിച്ചെന്താ, അടുത്ത് തന്നെ വരാൻ പോവാണ്. എന്ത്? മസ്ജിദുൽ ആസാർ ഉദ്ഘാടനം നടക്കാൻ പോവാണ്. എന്താ ഇത്? ശിലാസ്ഥാപനം കഴിഞ്ഞു, പണ്ടാ ശരി തന്നെയാണ്. പക്ഷെ പെർമിഷനൊന്നും ഇതുവരെ എടുത്തിട്ടില്ല, പണിയും തുടങ്ങിയിട്ടില്ല. പിന്നെ എങ്ങനെ ഉദ്ഘാടനം വരിക? ജിന്നുകൾ ഉണ്ടാക്കുന്നുണ്ടോ ബിൽഡിംഗ്? പാർട്സുകൾ ഉണ്ടാക്കുന്നുണ്ടെന്ന് പണ്ടേ പറഞ്ഞിരുന്നു. ഞാൻ ഈ അടുത്ത് കണ്ടിരുന്നു കുറച്ച് പാർട്സ്. അയോധ്യയിലേക്ക് ബാബരി മസ്ജിദിന് പകരം അയോധ്യയിൽ രാമക്ഷേത്രം നിർമ്മിക്കാൻ ഉണ്ടാക്കിയ പാർട്സുകൾ കണ്ടിട്ടുണ്ട്. അല്ലാതെ നിങ്ങൾ എവിടുന്ന് ഉണ്ടാക്കുന്നത്? ചൈനയിൽ നിന്നാണോ? അത് എളുപ്പം ഉണ്ടാക്കാൻ പറ്റും. മസ്ജിദിൽ ആസാർ എന്നല്ല, മസ്ജിദിൽ ആറാള് എന്ന് പറഞ്ഞിട്ടുണ്ടാക്കാൻ പറ്റും. കാരണം എന്താ? ചൈനയിൽ നിന്ന് ഉണ്ടാക്കുന്ന പ്ലാസ്റ്റിക് ആയിരിക്കില്ലേ, ആ പാർട്സ് ഒന്നിച്ച് ചേർത്ത് വെച്ചാൽ നമ്മളെ കുട്ടികൾ കളിക്കുന്ന വീട് പോലെ ഒന്നുണ്ടാക്കാൻ ചിലപ്പോൾ കഴിയും. ഇപ്പൊ കാന്തപുരം പുതിയൊരു തന്ത്രമായി ഇറങ്ങിയിട്ടുണ്ട്. പള്ളി ഉണ്ടാക്കാൻ കഴിയില്ല എന്ന് മൂപ്പർക്ക് ഉറപ്പാ. കോഴിക്കോട് ടൗണിൽ നിന്ന് അത്തോളി റോഡിൽ 25-30 ഏക്കറുള്ള വിശാലമായൊരു സ്ഥലം നിങ്ങൾ നോക്കി വെച്ചിരുന്നു. ഞാനും കൂടെ ഓട്ടോറിക്ഷയിലുണ്ടായിരുന്നു ഉസ്താദെ. അവിടെ ഇനി പള്ളി എടുക്കാൻ കഴിയില്ലല്ലോ, എനിക്കറിയുന്നുണ്ട്. അങ്ങനെ ഒരു സ്ഥലം ഉണ്ടായിരുന്നു, ആർക്കും അറിയാത്ത സ്ഥലമാണ്. രാത്രി പോയിട്ട് ലുങ്കിയും എടുത്ത് ഇദ്ദേഹം ആരും അറിയരുതെന്ന് കരുതിയിട്ട് കണ്ടുവെച്ച സ്ഥലം ഒരു പാലത്തിന്റെ അടുത്ത്. ഞാൻ പലർക്കും ഇപ്പൊ വണ്ടിയിൽ വരുമ്പോൾ കാണിച്ചു കൊടുക്കലുണ്ട്. നമ്മൾ ഉസ്താദ് കച്ചവടാക്കിയിട്ട് നോക്കി വെച്ച സ്ഥലം കേട്ടോ അത്. അവിടെ ഏതായാലും വരൂല, അങ്ങനെ എവിടെയും വരൂല എന്ന് ബോധ്യപ്പെട്ടപ്പോഴാണ് മാതൃഭൂമിക്കാരനോട് എന്ത് പറഞ്ഞത്, നമ്മളങ്ങനെ പള്ളി ഉണ്ടാക്കുന്നില്ല, പിരിച്ചിട്ടില്ല, അങ്ങനെ ഒരു കാര്യം നമുക്ക് അറിയില്ല. എന്നാൽ ഉസ്താദ് എന്റെ കയ്യിലുള്ള ഒരു കുറ്റി റെസീറ്റില്ലേ, അത് എന്തിനു നിങ്ങൾ അടിച്ചു വെച്ചതാണ്? അത് ഹൈക്കോടതിയിലേക്കായിരിക്കാം ചിലപ്പോ. അതവിടെ ഇൻഷാ അല്ലാഹ് നമുക്ക് കാണാം. പണ്ടാക്കിനപ്പർ ഈ പ്രസ്ഥാനം കൂടി ചർച്ച ചെയ്തിട്ട് കഴിഞ്ഞ ആഴ്ച അവസാനിച്ചു. എന്തായാലും നോളേജ് സിറ്റിന്റെ സെന്ററിൽ നമുക്കൊരു പള്ളി ഉണ്ടാക്കണം എന്ന് പറഞ്ഞിട്ട് ഇപ്പൊ വരുന്ന ഫോട്ടോയിൽ പള്ളിയുള്ള വരകൾ കൊണ്ടു തുടങ്ങി. എന്നിട്ട് അതിന്റെ ഉള്ളിൽ പള്ളി വരും അത്രേ. എന്നാൽ ഇപ്പൊ തന്നെ ചെയ്യണ്ട. അതുകൊണ്ട് ഇപ്പൊ അത് ചോദിക്കുന്നില്ല. ഇപ്പൊ വേറൊന്ന് ചോദിക്കട്ടെ, നിങ്ങൾ ബ്രോഷറുകളിലൊക്കെ പറയുന്നത് സ്വിമ്മിംഗ് പൂള്, ടൂറിസ്റ്റുകൾക്കുള്ള കേന്ദ്രം, എല്ലാ തോന്നിവാസത്തിനും കേന്ദ്രം അതിന്റെ ഉള്ളിൽ വരും. ഈ യുദ്ധത്തിലാണോ ഹബീബിൻ പേര് എന്ന് പറയുന്ന ഒരു കേസും സൂക്ഷിക്കാൻ പോകുന്നത്? ഈ തോന്നിവാസങ്ങളെ കേന്ദ്രത്തിലാണോ? കുറച്ച് പുളിപ്പർ പറഞ്ഞത് ഒരുപാട് പള്ളികളുണ്ട്, അതിൽ ഏതെങ്കിലും ഒരു പള്ളിയിൽ വെച്ചേക്കാം എന്ന് പറഞ്ഞു തിരികേശം. ഇവിടെ അടുത്തെവിടെങ്കിലും ഏപ്പിക്കാരെ പള്ളി ഉണ്ടെങ്കിൽ തൊട്ടടുത്ത് പോയിട്ട് റൂം എടുത്ത് വെച്ചോളൂ. ചിലപ്പോ അവിടെ വെക്കുന്നെങ്കിൽ കന്നാസ് കച്ചവടം നടക്കും. വെള്ളം കൊണ്ടുപോകാർക്ക് അള്ള കൂട്ടിക്കൊടുക്കട്ടെ. നിങ്ങളിങ്ങനെ വേറൊരു ദുആ നടത്തിയിട്ടില്ലേ മുമ്പ്? എസ്കെക്കാരാ കണ്ടോളൂ, ഏറ്റവും വലിയ പള്ളി ഒരു പണ്ഡിതനുണ്ടാക്കിയതാണ്. ആ പണ്ഡിതന്റെ പേരെഴുതണം എന്ന് സ്കൂളിൽ ചോദ്യം വരും. ഉത്തരേണ്ടി വരുമെന്ന് വഹാബ് സക്കാഫിന്റെ. ഇപ്പൊ എവിടെ പോയി? ഉസ്താദ് തന്നെ പറയാണ് അങ്ങനെ പള്ളിയില്ല. അപ്പൊ എന്താ ഇനി വരാൻ പോകുന്നത്? വരുന്ന ജനങ്ങളോട് 1000 രൂപ വീതം പിരിച്ചിട്ട് പച്ചയായി അവരുടെ കയ്യിലേക്ക് റെസീറ്റ് കൊടുത്തിട്ട് മുസല്ലയുടെ പിരിവിന്റെ പേര് പറഞ്ഞ് ഓരോ ലക്ഷം വാങ്ങിയിട്ട് അവസാനം ഞാൻ പിരിച്ചിട്ടില്ലേ, ഞാൻ പിന്നെ അദ്ദേഹത്തെ കാണാതായി പോയിരുന്നു, അയാളുടെ പേരെഴുതുക എന്ന് പറഞ്ഞാൽ SSF ഉത്തരം കറക്റ്റ് ആയിരിക്കും. ചോദ്യം മാറിയെന്ന് മാത്രം.
എന്തിനാ ഇങ്ങനെ ആവശ്യമില്ലാത്തതൊക്കെ പറഞ്ഞു നടക്കേണ്ട ആവശ്യം? ഇത്രയും കാലം ചാനൽ ഏഷ്യാനെറ്റിൽ വെച്ച് ഒരു ദിവസം ഈ മുടി വിഷയത്തിൽ കോഴിക്കോട് SKSSF പ്രദർശനം നടത്തിയ അന്ന് രാത്രി ഏഷ്യാനെറ്റുകാരൻ ചർച്ചയ്ക്ക് വിളിച്ചു. അതിൽ നിന്ന് ഞാനും അബ്ദുസമദ് അൻവരിയാണ് പോയത്. അങ്ങനെ ചോദ്യം വരും പള്ളിയെക്കുറിച്ച്. ടൗണിൽ എവിടെയാണെന്ന് ചോദിച്ചാൽ ടൗണിൽ മാത്രമായിരിക്കും, ടൗണിൽ തന്നെയാണ് സ്ഥലം, ഇപ്പോൾ പറയുന്നില്ല എന്ന് പറയണമെന്നാണ് എനിക്ക് പഠിപ്പിച്ചെന്ന്, ഞങ്ങൾക്ക് പഠിപ്പിച്ചു തന്നത്. ഞങ്ങൾ കരുതി ഉപ്പയും മോനും രഹസ്യമായിട്ട് ഉണ്ടാക്കുന്നല്ലേ, അപ്പൊ ടൗണിലാണെന്ന് പറഞ്ഞാൽ മതി, എന്ന് സ്ഥലം പറയേണ്ട പ്രത്യേകിച്ച് എന്ന് പറഞ്ഞപ്പോ ഞങ്ങളൊക്കെ വിശ്വസിച്ചു. ഇപ്പൊ പറയുന്നത് ടൗണിൽ നിന്ന് 40 കിലോമീറ്റർ അപ്പുറത്ത്. എന്താ കാരണം പറഞ്ഞത്? പണ്ട് കോഴിക്കോട്ടങ്ങാടിയിലുള്ളവർക്ക് ജുമാ നമസ്കരിക്കാൻ വേണ്ടി പള്ളിയില്ല, ഉള്ള പള്ളി നിറഞ്ഞൊഴുകയാണ്, അതുകൊണ്ടാ പള്ളി ഉണ്ടാക്കുന്നതാ. ഇപ്പൊ കോഴിക്കോട് ടൗണിലുള്ളവര് ഒതു ഉണ്ടാക്കിയിട്ട് അവിടെ എത്തുമ്പോഴേക്ക് 10 പ്രാവശ്യം ഒതു മാറ്റിയെടുക്കേണ്ട ദൂരമുണ്ട്. അവിടെ എത്താൻ പറഞ്ഞതെല്ലാം കളവുകളാണെന്ന് തിരിച്ചറിയുകയാണ് നിങ്ങളെക്കുറിച്ച്. ഈ നിങ്ങൾ സമുദായത്തിൽ ഒരിക്കലും ഇസ്ലാമിക സമൂഹത്തിന് യോജിച്ചവരല്ലെന്ന് കൂടി വ്യക്തമാകുകയാണ്. അവസാനം ഞാൻ ചുരുക്കുകയാണ്. കേരള യാത്ര നടത്തിയതിന്റെ ഒരു മഹത്വം കൂടി മൂപ്പരോട് പറഞ്ഞിരുന്നു. എന്താ? ഞങ്ങൾ ഉസ്താദ് 2 കേരള യാത്ര നടത്തി, കേരളം മുഴുവൻ നടന്നു. എന്നിട്ട് എന്താ കിട്ടിയത്? നിങ്ങൾ ഉസ്താദിന് ഒരു പേര് കിട്ടിയിട്ടുണ്ട്, ശ്രീകൃഷ്ണൻ. എല്ലാം ആവാം, ഞാനത് ചോദ്യം. പക്ഷെ സാർക്ക് ഇങ്ങനെ തോന്നി. കുറെ കഴിഞ്ഞു പോയപ്പോ മലപ്പുറത്തോ കോഴിക്കോടെങ്ങാനെത്തിയപ്പോ ഒരു സ്വാമി പറഞ്ഞു, നിങ്ങൾ ഉസ്താദ് ആദ്യം മൂപ്പരെന്തൊക്കെയോ പറഞ്ഞപ്പോ തക്ബീറുണ്ട്, തക്ബീർ സ്വാമിന്റെ പ്രസംഗത്തിൽ തക്ബീറിൽ ഇപ്പൊ മൂപ്പര് പറഞ്ഞു, നിങ്ങളെ ഈ പ്രചോദിപ്പിക്കൽ കൊണ്ടൊന്നുമല്ല ഞാൻ പറയുന്നത്, എങ്കിലും ചിലത് പറയാതെ വയ്യ എന്ന് പറഞ്ഞിട്ട് മൂപ്പര് ശ്രീകൃഷ്ണന്റെ മഹത്വമൊക്കെ പറഞ്ഞിട്ട് പറഞ്ഞു, കേരള ശ്രീകൃഷ്ണനാണ് കാന്തപുരം AP അബൂബക്കർ മുസ്ലിയാർ. കേരള യാത്ര നടത്തിയതിന്റെ മഹത്വം ചോദിച്ചു നമ്മളോട്. അതാ ഞാൻ മറുപടി പറഞ്ഞിരുന്നത്. അതന്നെ ഇത് അതിൽ കേട്ടത് മാത്രമല്ല, കേട്ടതിന് ശേഷം നിങ്ങളെ സംസ്ഥാന കമ്മിറ്റി CD ഇറക്കിയപ്പോ ആ CDയിലുള്ളതായത് അന്ന കട്ട് ചെയ്ത് തുടങ്ങുക അതൊന്നും. പക്ഷെ CD ഇറക്കിയവർക്ക് ഉറപ്പല്ല, ഇയാൾ അങ്ങനെ തന്നെ വിളിക്കട്ടെ. ഉള്ളിലുള്ളവർക്ക് ആർക്കെങ്കിലും ഉണ്ടോ സ്നേഹം? ചിലപ്പോ അയാളെ സ്നേഹിച്ച ഞാൻ തന്നെ ഉണ്ടാവുള്ളൂ. അതിൽ നമ്മൾ പോകുന്നു ഇങ്ങോട്ട്. ഞാനല്ല, വേറെ രണ്ടാമത്തെ ഒരാളുണ്ടായിരുന്നെങ്കിൽ ഹൈക്കോർട്ടിൽ കാണേണ്ട അയാളെ പേര് എന്റെ പേരിലെ കാണാനുള്ളൂ. ഹക്കീബ് പോലും ഉണ്ടായില്ല. അത്ര വരുമ്പോ ഇല്ലേനോ അല്ലെ അബ്ദുൽ ബാരി ഉസ്താദ് നമ്മളെ കൂടെ അല്ലേ ഉള്ളത്? അപ്പൊ പിന്നെ കുടുംബം ഉണ്ടാവും. ഈ ഉറപ്പുകാര് എന്നിട്ടാണ് യാത്ര ഇവിടുന്ന് പുറപ്പെട്ടു. അപ്പൊ നമ്മൾ അതിന്റെ പിന്നാലെ തന്നെ ഒരു യാത്ര തുടങ്ങി. എന്നിട്ട് വിമോചന യാത്ര. വിമോചന ദുഃഖിക്കുവോ? എന്നിട്ട് ചോദിക്കാണ്, ഈ SK-ക്കാർക്ക് ബോധം വേണ്ടേ? മഴക്കാലത്ത് കൊടയും കൊണ്ട് നടക്കണ്ടേ? എപ്പോഴത്? കേരള യാത്രയും ഈ വിമോചന യാത്രയും അടുത്തടുത്തത്. മഴയാണ് കേൾക്കണോ? വെറുതെ തമാശ പറയാൻ വേണ്ടി. എന്നിട്ട് എന്താ ഉണ്ടായത്? ഒരു മഴ പെയ്തത് കൊണ്ടൊരു മുമ്പോട്ട് പോയാൽ അതൊരു കാരണമാണോ സമൂഹത്തിന് മുന്നിൽ പറയാൻ? അപ്പൊ പറയാൻ കാരണമില്ലാത്തവർക്ക് ഇങ്ങനെയുള്ളതൊക്കെ കിട്ടുള്ളൂ. എന്നാ ഞാൻ ചോദിക്കട്ടെ, നിങ്ങളൊരു 40-ാം അടിയന്തരം കഴിച്ചിരുന്നില്ലേ എറണാകുളത്ത്? 40-ാം വാർഷികം ആയിരുന്ന അവസ്ഥ. നല്ല കപ്പലുണ്ടാക്കി, എന്നാലും ഉദ്ദേശിച്ച അതാന്ന് എനിക്ക് ഉറപ്പുണ്ട്. അപ്പൊ അങ്ങോട്ട് മഴ കൊടുത്തു. അപ്പൊ ഒറിജിനൽ കപ്പലായി. എന്നിട്ട് കാന്തപുരത്തിന് കൊട ചൂടി കൊടുത്തിട്ടും കസേര തലയിൽ വെച്ചിട്ടൊക്കെയാണ് പ്രസംഗം നടത്തിയത്. പലരും ആകെ പ്രശ്നമായി. എന്നിട്ട് 3
ദിവസം സിറാജിൽ ഒരു പരസ്യം, എന്താ, നിങ്ങളുടെ പ്രതീക്ഷക്കൊത്ത് സമ്മേളനം ഉയരാതിരിക്കുകയും ഒരുപാട് പ്രശ്നങ്ങൾ ഉണ്ടാവുകയും പ്രവർത്തകർക്ക് കേൾക്കാൻ മൈക്ക് അത്യാവശ്യത്തിനില്ലാതിരിക്കുകയും ട്യൂബും ലൈറ്റും വെളിച്ചവുമൊക്കെ സംഭവിക്കണം, ഖേദിക്കുന്നു. ഏത് നന്നായി പണം പിരിച്ചിട്ടുണ്ട് കേരളം മുഴുവൻ, ഓരോ വീട്ടിൽ പ്രചരണ. നിങ്ങൾ SKSSF-കാർക്ക് ഈ കഥയൊക്കെ തിരിയോ? ഇവരൊക്കെ പഠിച്ച മക്കളാ. എന്താ അരി വാങ്ങായിരുന്നത്? പഞ്ചാര വാങ്ങിയാലും ഒറ്റ കളറേ അതിനുണ്ടാവുള്ളൂ അല്ലേത്. എന്നിട്ട് അതിൽ നിന്ന് പിരിച്ച പണങ്ങളുണ്ട്. എന്താ അതിന്റെ മുദ്ര? പേര് വളരെ നന്നായി ചേരുന്നുണ്ട്, ഷുഗർ സ്റ്റുഡൻസ് ഫെഡറേഷൻ. ചേരും ചെയ്യാ പേര്. ഇപ്പൊ അതാണ് ഇവരെ പരിപാടി. ാൻ വന്നതെന്നാ ഞാൻ ചോദിക്കട്ടെ, വിമോചനയാത്ര കേരളത്തിലുണ്ടാക്കിയ വിപ്ലവകരമായ മുന്നേറ്റങ്ങളിലെ ഒരു ഉൽപ്പന്ന ഞാൻ. വിമോചനയാത്ര നടക്കുമ്പോ ഇസ്മായിൽ സഖാഫി തോട്ടുമുക്കവും അതുപോലെ അബ്ദുസമദ് സാഹിബും അബ്ദുസത്താർ പന്തല്ലൂരുമൊക്കെ വെളിച്ചത്ത് കൊണ്ടുവന്ന കുറെ യാഥാർത്ഥ്യങ്ങൾ കണ്ടപ്പോ ആ യാഥാർത്ഥ്യങ്ങളെ കുറിച്ച് അന്വേഷണം നടത്തിയപ്പോഴാണ് പലപ്പോഴും ചില സത്യങ്ങൾ, കൈപ്പൊള്ളുന്ന യാഥാർത്ഥ്യങ്ങൾ കാണാൻ സാധിച്ചത്. വിമോചനയാത്ര വിജയമാണെന്ന് പറയാൻ അത് മാത്രം മതി തെളിവിന്. വിമോചനയാത്ര ഇവര് കരുതിയത് കുറെ ആളുകൾ വന്ന് ഹമീദ് ഫൈസിന് ശ്രീകൃഷ്ണൻ എന്ന് വിളിച്ചാലേ വിമോചനയാത്ര വിജയിക്കുക. എന്താ മനുഷ്യന്മാരങ്ങള്, ഇത് സമസ്തയല്ലേ? ഇത് സമസ്തയുടെ ആളുകൾ നയിക്കുന്ന പ്രസ്ഥാനമല്ലേ? അതുകൊണ്ട് ഇവര് പിന്നെ അവസാനം പറഞ്ഞത് ലീഗിന്റെ ആളുകളായിട്ടാണ് കേരളത്തിൽ നടക്കുന്നത്. ഇവിടെ ഇയാൾ പ്രസംഗിച്ചെന്താ? ഇവിടെ പ്രസംഗിച്ചത് AP അബൂബക്കർ മുസ്ലിയാരും ഉള്ളാൾ തങ്ങളും ശ്രമിച്ചില്ലായിരുന്നുവെങ്കിൽ സമസ്ത ലീഗിന്റെ പള്ളക്കുള്ളിലാവുന്നു. അങ്ങനെ തന്നെയാണ് ആ വാക്കന്നെ പ്രയോഗിച്ചത്. ഇവരുടെ ഈ ഓന്തിന്റെ സ്വഭാവം നോക്ക്. മംഗലാപുരത്തിന് അപ്പുറത്തെന്ന് പറയാ ലീഗിന് ഞങ്ങൾ പിന്തുണക്കുന്നു. ഇപ്പതാ 16-ാം തീയതി മൂപ്പര് പ്രസ്താവന ഇറക്കാൻ പോവാണ്. 16-ാം തീയതി എന്താ പ്രസ്താവന ഇറക്കുക? കണ്ണൂരിൽ ജയിച്ചത് സുധാകരനാണെങ്കിൽ അദ്ദേഹത്തിനും, ജയിച്ചത് ശ്രീമതി ടീച്ചറാണെങ്കിൽ ആ വനിതക്കുമാണ് ഞങ്ങൾ വോട്ട് നൽകിയത്. മൂപ്പര പ്രസ്താവന എങ്ങനെ വരിക? കുറച്ചു നേരത്തെ ഒരു 3-4 കൊല്ലം മുമ്പ് സമദ് സാഹിബ് നടത്തിയ പ്രസംഗം ഞാൻ എന്റെ മൊബൈലിൽ ഇങ്ങനെ കേട്ടു. വളരെ നശിപ്പിക്കാൻ ഇറങ്ങി തിരിച്ചവരാണ്. ഇവരെ തിരിച്ചറിയാൻ നമ്മൾ തയ്യാറാവണം. മുസ്ലിം ലീഗിന്റെ പ്രവർത്തകരും കോൺഗ്രസിന്റെ പ്രവർത്തകരും ഒക്കെ തിരിച്ചറിയണം. ഇയാളെ വിശ്വസിച്ചിട്ട് ഒരാൾക്കും ഇയാളുടെ സംഘടനയുടെ പിന്നാലെ പോയാൽ രക്ഷപ്പെടാൻ കഴിയില്ല. ഇവരോടൊപ്പം നിന്നാൽ എന്നോർമ്മിപ്പിച്ചുകൊണ്ട് ദുആ വസിയത്തോടെ ഞാൻ നിർത്തുന്നു. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.